ഗുഡ് ആഫ്റ്റർനൂൺ ഓൾ. എല്ലാവർക്കും സ്മാർട്ട് സ്റ്റേ അക്കാദമിയുടെ മറ്റൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. എൻ്റെ പേര് റഫീഖ് എന്നാണ്. നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്ന വിഷയം എന്ന് പറയുന്നത് കഴിഞ്ഞ വ്യാഴാഴ്ച നമ്മൾ എടുത്ത ക്ലാസ്സിന്റെ കണ്ടിന്യൂവേഷൻ ആണ്. കഴിഞ്ഞ വ്യാഴാഴ്ച നമ്മൾ പഠിച്ചത് സ്വദേശി പ്രസ്ഥാനം എന്ന് പറയുന്ന നമ്മുടെ ഇന്ത്യൻ ചരിത്രത്തിന്റെ ഭാഗമായിട്ടുള്ള നാഷണൽ മൂവ്മെന്റിന്റെ നാഷണൽ മൂവ്മെന്റിന്റെ ഭാഗമായിട്ടുള്ള ദേശീയ പ്രസ്ഥാനത്തിന്റെ ഭാഗമായിട്ടുള്ള സ്വദേശി പ്രസ്ഥാനം എന്ന് പറയുന്ന ഒരു സമരത്തെ കുറിച്ചാണ് നമ്മൾ പഠിച്ചത്. നമ്മൾ ആദ്യം തന്നെ പറഞ്ഞു എങ്ങനെയാണ് ഈ സമരം ഉണ്ടായത്. ബംഗാൾ വിഭജനം എന്ന് പറയുന്ന ഒരു നടപടി ബ്രിട്ടീഷുകാരുടെ ഭാഗത്ത് നിന്ന് ഇന്ത്യയിലെ ഹിന്ദുക്കളെയും മുസ്ലിങ്ങളെയും തമ്മിൽ വിഭജിക്കുന്നതിന്റെ ഭാഗമായിട്ട് ബംഗാൾ എന്ന് പറയുന്ന സംസ്ഥാനത്തെ അല്ലെങ്കിൽ പ്രൊവിൻസിനെ രണ്ട് ബംഗാളുകളായിട്ട് വിഭജിച്ചു. കിഴക്കൻ ബംഗാൾ എന്നും പടിഞ്ഞാറൻ ബംഗാൾ എന്നും രണ്ട് ബംഗാളുകളായിട്ട് വിഭജിച്ചു. അങ്ങനെ വിഭജിച്ചതിന്റെ ഭാഗമായിട്ട് പൊതുജനങ്ങൾ സമരത്തിലേക്ക് ഇറങ്ങി. സ്വാഭാവികമായിട്ടും അന്നത്തെ ഇന്ത്യയിലെ ഏറ്റവും വലിയ ദേശീയ പ്രസ്ഥാനം എന്ന് പറയുന്ന ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഈ സമരത്തിന്റെ ഭാഗമാവുകയും 1906 നടന്ന ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ സമ്മേളനത്തിൽ വെച്ചിട്ട് ഈ പറയുന്ന 1906 1905 നടക്കുന്ന സമ്മേളനത്തിൽ വെച്ച് ഈ പറയുന്ന ഗോപാലകൃഷ്ണ ഗോഖലെ അധ്യക്ഷനായിട്ട് വരികയും സ്വദേശി എന്ന് പറയുന്ന മുദ്രാവാക്യം ആദ്യമായിട്ട് ഉയർത്തുകയും ഒക്കെ ചെയ്തു എന്നുള്ള കാര്യങ്ങളാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ അവസാനിപ്പിച്ചത്. ഈ വന്ദേ മാതരം മൂവ്മെന്റ് അറിയപ്പെടുന്ന മറ്റൊരു പേരാണ് എന്തെന്നുള്ളത് ഈ പറയുന്ന വന്ദേ മാതരം മൂവ്മെന്റ് എന്ന് കൂടി സ്വദേശി മൂവ്മെന്റ് അറിയപ്പെടുന്നു. പിന്നെ സ്വദേശി മൂവ്മെന്റിന്റെ ഭാഗമായിട്ട് ഉയർന്നു വന്ന ശാസ്ത്രജ്ഞന്മാരിൽ പ്രധാനിയാണ് ജഗദീഷ് ചന്ദ്രബോസ്. പിന്നെ ബംഗാൾ കെമിക്കൽ സ്റ്റോർ സ്ഥാപിച്ചത് ആചാര്യ PC റോയി. പിന്നെ കുട്ടികൾക്ക് വേണ്ടി മാർജൂലി എന്ന് പറയുന്ന പുസ്തകം എഴുതിയത് ദക്ഷിണരഞ്ജൻ മിത്ര മജുംദാർ. സ്വദേശി പ്രസ്ഥാനത്തിന്റെ ആശയങ്ങൾ പ്രചരിപ്പിക്കുവാനായിട്ട് ആരംഭിച്ച പരമ്പരാഗത നൃത്ത നാടക രൂപമാണ് എന്തെന്ന് പറയുന്നത് ജാത്ര. പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ പറഞ്ഞ പോയിന്റ് ഇതാണ്. അതായത് ബംഗാളിനെ വിഭജിച്ചാലും ബംഗാളിനെ വെട്ടിമുറിച്ചാലും ബംഗാളിന് ഭരണമില്ല, ബംഗാളി ഭാഷയ്ക്ക് മരണമില്ല എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് രവീന്ദ്രനാഥ ടാഗോർ ഒരു കവിത രചിച്ചു. ആ കവിത എന്ന് പറയുന്നത് അമർ സോന ബംഗ്ല എന്ന് പറയുന്നതാണ്. അത് രചിച്ചത് ആരാണ്? രവീന്ദ്രനാഥ ടാഗോർ ആണ്. ഇന്ന് ബംഗ്ലാദേശ് എന്ന് പറയുന്ന രാജ്യത്തിന്റെ ദേശീയ ഗാനമാണ് എന്തെന്ന് പറയുന്നത് ഈ പറയുന്ന അമർ സോന ബംഗ്ല എന്ന് പറയുന്നത്. ഇത്രയുമാണ് നമ്മള് എടുത്ത് നിർത്തിയത്. അപ്പോ നമ്മൾ ഇനി അതിന്റെ ബാക്കി ഭാഗങ്ങൾ പഠിക്കുവാനായിട്ട് പോവുകയാണ്. അപ്പോ നമ്മൾ പറഞ്ഞു ഈ പറയുന്ന സ്വദേശി മൂവ്മെന്റ് എന്ന് പറയുന്നത്, സ്വദേശി പ്രസ്ഥാനം എന്ന് പറയുന്നത് വെറും രാഷ്ട്രീയമായിട്ടുള്ള ഒരു മേഖലയിൽ മാത്രം ഇന്ത്യക്കാരിൽ ആവേശമുണർത്തിയ ഒരു സംഭവ വികാസമായിരുന്നില്ല എന്ന് പറയുന്നത് ഈ പറയുന്ന സ്വദേശി മൂവ്മെന്റ് എന്ന് പറയുന്നത്. മറിച്ച് രാഷ്ട്രീയത്തിൽ മാത്രമല്ല, പിന്നെ മറ്റെവിടെയൊക്കെയാണ് ബിസിനസ്, ഈ പറയുന്ന ആർട്സ്, സംഗീതം, നൃത്തം, അങ്ങനെയുള്ള ചിത്രകല മുതലായ സർവ്വ മേഖലകളിലും ഇന്ത്യക്കാർ അവരുടെ കഴിവുകൾ തെളിയിക്കുവാൻ തുടങ്ങിയ ഒരു ഒന്നിന്റെ ആരംഭമായിരുന്നു എന്തെന്ന് പറയുന്നത് സ്വദേശി പ്രസ്ഥാനം എന്ന് പറയുന്നത്. അപ്പോ എല്ലായിടങ്ങളിലും സ്വദേശിവൽക്കരണം എന്നുള്ളതായിരുന്നു ഈ പറയുന്ന സ്വദേശി പ്രസ്ഥാനത്തിന്റെ ഒരു ലക്ഷ്യം എന്ന് പറയുന്നത്. അതിന്റെ ഭാഗമായിട്ട് ഇന്ത്യൻ ചിത്രകലാരംഗം എന്ത് ചെയ്തു? സ്വദേശിവൽക്കരിക്കുവാനായിട്ട് ഒരു സംഘടന രൂപീകരിക്കപ്പെട്ടു. ആ സംഘടനയുടെ പേരാണ് ഇന്ത്യൻ സൊസൈറ്റി ഓഫ് ഓറിയന്റൽ ആർട്സ്. ഇന്ത്യൻ സൊസൈറ്റി ഓഫ് ഓറിയന്റൽ ആർട്സ്. ഇന്ത്യൻ ചിത്രകലാരംഗത്തെ സ്വദേശിവൽക്കരിക്കുവാനായിട്ട് രൂപീകരിക്കപ്പെട്ട സംഘടനയാണ് എന്തെന്ന് പറയുന്നത് ഇന്ത്യൻ സൊസൈറ്റി ഓഫ് ഓറിയന്റൽ ആർട്സ് എന്ന് പറയുന്നത്. ഇതിന്റെ സ്ഥാപകനായിട്ടുള്ള വ്യക്തി ആരാണ്? ഇതിന്റെ സ്ഥാപകനായിട്ടുള്ള വ്യക്തിയാണ്
അബനീന്ദ്രനാഥ ടാഗോർ. എന്താണ്? അബനീന്ദ്രനാഥ ടാഗോർ എന്ന് പറയുന്നത് ഇന്ത്യൻ ചിത്രകലാരംഗത്തെ സ്വദേശിവൽക്കരിക്കുവാനായിട്ട് രൂപീകരിച്ച സംഘടനയാണ് ഇന്ത്യൻ സൊസൈറ്റി ഓഫ് ഓറിയന്റൽ ആർട്സ്. അതിന്റെ സ്ഥാപകനാണ് ആരെന്ന് പറയുന്നത്? അബനീന്ദ്രനാഥ ടാഗോർ എന്ന് പറയുന്നത് ആരാണ്? അബനീന്ദ്രനാഥ ടാഗോർ. അദ്ദേഹം വരച്ച വളരെ പ്രശസ്തമായിട്ടുള്ള ഒരു ചിത്രമാണ് ഭാരത് മാത എന്ന് പറയുന്നത്. ഭാരത് മാത ചില പരീക്ഷകളിൽ PSC എന്താണ് ചോദിച്ചിട്ടുണ്ട്, ഭാരത് മാത എന്ന് പറയുന്ന ചിത്രം ആരാണ് വരച്ചത് എന്നുള്ളത്. എന്താണ് ഭാരത് മാത എന്ന് പറയുന്ന ചിത്രം ആരാണ് വരച്ചിട്ടുള്ളത് എന്ന് ചോദിച്ചാൽ അതിന്റെ ഉത്തരവും ആരാണ്? അതിന്റെ ഉത്തരവും അബനീന്ദ്രനാഥാണ്, അബനീന്ദ്രനാഥ ടാഗോർ ആണ്. അപ്പോ ഇന്ത്യൻ ചിത്രകലാരംഗത്തെ സ്വദേശിവൽക്കരിക്കുവാനായിട്ട് രൂപീകരിച്ച സംഘടനയാണ് ഇന്ത്യൻ സൊസൈറ്റി ഓഫ് ഓറിയന്റൽ ആർട്സ്. അതിൽ രൂപീകരിച്ച വ്യക്തിയാണ് അബനീന്ദ്രനാഥ ടാഗോർ എന്ന് പറയുന്നത്. അദ്ദേഹത്തിന്റെ വളരെ പ്രശസ്തമായിട്ടുള്ള ഒരു രചന അല്ലെങ്കിൽ ഒരു ചിത്രമാണ് എന്തെന്ന് പറയുന്നത്? ഭാരത് മാത എന്ന് പറയുന്നത്. എന്താണ്? ഭാരത് മാത അല്ലെങ്കിൽ എന്താണ് ഭാരത് മാത എന്ന് പറയുന്ന ചിത്രം വരച്ചത് ആരാണ് എന്ന് ചോദിച്ചാൽ അതിന്റെ ഉത്തരമാണ് ആരെന്ന് പറയുന്നത്? അബനീന്ദ്രനാഥ ടാഗോർ എന്ന് പറയുന്നത്. ഇനി അപ്പൊ നമ്മൾ പറഞ്ഞു, ഈ പറയുന്ന ബംഗാളിലാണ് ഈ സ്വദേശി സമരം എന്ത് ചെയ്യുന്നത്? ആരംഭിക്കുന്നതെങ്കിലും ഇന്ത്യയുടെ വിവിധ പ്രസിഡൻസികളിലേക്ക് അല്ലെങ്കിൽ ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിലേക്ക് ഈ സ്വദേശി പ്രസ്ഥാനവും അതിന്റെ സമരങ്ങളും എന്താണ് പിന്നീട് എന്ത് ചെയ്യുകയാണ് ഉണ്ടായത്? പിന്നീട് വ്യാപിക്കുകയാണ് ഉണ്ടായത്. എന്താണ്? സ്വദേശി പ്രസ്ഥാനം ബംഗാളിലാണ് ആരംഭിക്കുന്നതെങ്കിലും പിന്നീട് എന്ത് സംഭവിച്ചു? പിന്നീട് ഈ പറയുന്ന സ്വദേശി പ്രസ്ഥാനം ഇന്ത്യയുടെ വിവിധങ്ങളായിട്ടുള്ള മറ്റു പ്രസിഡൻസികളിലേക്ക് എന്ത് ചെയ്തു? ഇത് വ്യാപിക്കുകയുണ്ടായി. അപ്പൊ നമ്മൾ ഇനി നോക്കാൻ പോകുന്നത് ഏതൊക്കെ പ്രസിഡൻസികളിൽ ആരൊക്കെയാണ് ഈ പറയുന്ന സമ്മേളനത്തിന് നേതൃത്വം അല്ലെങ്കിൽ ഈ പറയുന്ന സമരത്തിന് നേതൃത്വം നൽകിയത് എന്നുള്ളതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അതായത് ബോംബെ പ്രസിഡൻസി, അന്നത്തെ ബോംബെ പ്രസിഡൻസിയിൽ ഈ പറയുന്ന സ്വദേശി സമരത്തിന് നേതൃത്വം നൽകിയ വ്യക്തിയാണ് ആരെന്ന് പറയുന്നത്? ബാലഗംഗാധര തിലകൻ എന്ന് പറയുന്നത്. ആരാണ്? ബാലഗംഗാധര തിലകൻ എന്ന് പറയുന്നത്. ബോംബെ പ്രസിഡൻസിയിൽ ഈ പറയുന്ന സ്വദേശി സമരങ്ങൾക്ക് നേതൃത്വം നൽകിയ വ്യക്തിയുടെ പേരാണ് ആരെന്ന് പറയുന്നത്? ബാലഗംഗാധര തിലകൻ എന്ന് പറയുന്നത്. ദ ഫാദർ ഓഫ് ഇന്ത്യൻ അൺട്രസ്റ്റ്, അതായത് ഇന്ത്യൻ അശാന്തിയുടെ പിതാവ് എന്നറിയപ്പെടുന്ന വ്യക്തിയാണ് ആരെന്ന് പറയുന്നത്? ബാലഗംഗാധര തിലകൻ എന്ന് പറയുന്നത്. അതൊരു ബ്രിട്ടീഷുകാരന്റെ വിശേഷണമാണ്. നമ്മളെ സംബന്ധിച്ച് അദ്ദേഹം ആരാണ്? നമ്മളെ സംബന്ധിച്ച് അദ്ദേഹം ഇന്ത്യയുടെ വളരെ ശക്തനായിട്ടുള്ള ഒരു സ്വതന്ത്ര സമര പോരാളിയാണ് ആരെന്ന് പറയുന്നത്? ബാലഗംഗാധര തിലകൻ എന്ന് പറയുന്നത്. അപ്പൊ ബോംബെ പ്രസിഡൻസിയിൽ ബാലഗംഗാധര തിലകനാണ് ഈ പറയുന്ന സ്വദേശി പ്രസ്ഥാനത്തിന് നേതൃത്വം നൽകിയതെങ്കിൽ പഞ്ചാബ്, ലാഹോർ എന്നീ സ്ഥലങ്ങളിൽ ഈ സമരത്തിന് നേതൃത്വം നൽകിയത് ലാലാ ലജ്പത് റായിയും സർദാർ അജിത് സിംഗുമാണ്. ആരെല്ലാമാണ്? ലാലാ ലജ്പത് റായി, സർദാർ അജിത് സിംഗ്. എവിടെയെല്ലാം? പഞ്ചാബ്, ലാഹോർ എന്നിവിടങ്ങളിൽ. ബോംബെ പ്രസിഡൻസിയിൽ ബാലഗംഗാധര തിലകൻ, പഞ്ചാബിലും ലാഹോറിലും ആരാണ്? ലാലാ ലജ്പത് റായിയും സർദാർ അജിത് സിംഗും. ഇനി ബംഗാൾ കേന്ദ്രമാക്കിയാണെങ്കിലോ ബംഗാളിൽ അരബിന്ദ ഘോഷ്, സുരേന്ദ്രനാഥ ബാനർജി, PC റോയ് എന്നിവർ. ആരെല്ലാമാണ്? അരബിന്ദ ഘോഷ്, സുരേന്ദ്രനാഥ ബാനർജി, PC റായ് എന്നിവരാണ് എന്ത് ചെയ്യുന്നത്? ഈ പറയുന്ന സ്വദേശി പ്രസ്ഥാനത്തിന് നേതൃത്വം നൽകിയത്. ആന്ധ്രാമേഖലയിൽ പരിസരവട്ടമല്ല, ഹരിസരവട്ടം എന്നാണ് കേട്ടോ. ഹരിസരവട്ടം റാവു എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. ഇതില്ല, ഇത്രയുള്ള ഹരിസരവട്ടം റാവു അഥവാ HV റാവു എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ എന്ന് പറയുന്നത്. അദ്ദേഹത്തിന്റെ പേര് എന്ന് പറയുന്നത് ഹരിസരവട്ടം റാവു. ആന്ധ്രാമേഖലയിൽ. തമിഴ്നാട് മേഖലയിൽ ഈ സമരത്തിന് നേതൃത്വം നൽകിയത് B.O. ചിദംബരം പിള്ളയാണ്. ആരാണ്? B.O. ചിദംബരം പിള്ളയാണ്. ഇന്ത്യ മുഴുവനായിട്ടും ഇതിന്റെ സംഘാടനം നടത്തിയത് അല്ലെങ്കിൽ ഓൾ ഇന്ത്യ കോർഡിനേറ്റർ ആയിരുന്നത് ആരാണ്? അത് ബിപിൻ ചന്ദ്രപാലാണ്. ആരാണ്? ബിപിൻ ചന്ദ്രപാലാണ്. നോക്കുക, ഒരിക്കൽ കൂടി നോക്കുക.
ബോംബെ പ്രസിഡൻസിയിൽ ആരാണ് നേതൃത്വം കൊടുത്തത്? ബോംബെ പ്രസിഡൻസിയിൽ നേതൃത്വം കൊടുത്തത് ബാലഗംഗാധര തിലകനാണ്. പഞ്ചാബ്, ലാഹോർ എന്നിവിടങ്ങളിൽ ആരായിരുന്നു? ലാലാ ലജ്പത് റായിയും സർദാർ അജിത് സിംഗും. ബംഗാളിൽ ആരെല്ലാമായിരുന്നു? അരബിന്ദ ഘോഷ്, സുരേന്ദ്രനാഥ് ബാനർജി, PC റോയ് മുതലായവരായിരുന്നു. ആന്ധ്ര മേഖലയിൽ ആരാണ് നേതൃത്വം നൽകിയത്? ആന്ധ്ര മേഖലയിൽ ഹരിസരവട്ടം റാവു എന്ന് പറയുന്ന വ്യക്തിയാണ്. ആരാണ്? ഹരിസരവട്ടം റാവു അഥവാ HV റാവു. തമിഴ്നാട് മേഖലയിൽ ആരാണ്? തമിഴ്നാട് മേഖലയിൽ നേതൃത്വം കൊടുത്ത വ്യക്തിയാണ് VO ചിദംബരം പിള്ള. ആരാണ്? VO ചിദംബരം പിള്ള. ഇന്ത്യ മുഴുവനായിട്ടും ഈ സമരത്തിന് സംഘാടനം നടത്തിയ വ്യക്തിയുടെ പേരാണ് ആരെന്ന് പറയുന്നത്? ബിപിൻ ചന്ദ്രപാൽ എന്ന് പറയുന്നത്. ആരാണ്? ബിപിൻ ചന്ദ്രപാൽ എന്ന് പറയുന്നത്. അപ്പോ തമിഴ്നാട് മേഖലയിൽ ഈ പറയുന്ന സ്വദേശി സമരത്തിന് നേതൃത്വം നടത്തിയ വ്യക്തിയാണ് ആരെന്ന് നമ്മൾ പഠിച്ചു? VO ചിദംബരം പിള്ള എന്ന് നമ്മൾ പഠിച്ചു. ആരാണ്? VO ചിദംബരം പിള്ളെ. അദ്ദേഹം സ്വദേശി സ്റ്റീം നാവിഗേഷൻ എന്ന് പറയുന്ന ഒരു കമ്പനി ആരംഭിച്ചു. എന്താണ്? സ്വദേശി സ്റ്റീം നാവിഗേഷൻ കമ്പനി ആരംഭിച്ച വ്യക്തി ആരാണ്? അത് VO ചിദംബരം പിള്ളയാണ്. 1906 അദ്ദേഹം എന്ത് ചെയ്യുന്നത്? ഈ കമ്പനി ആരംഭിക്കുന്നത്. എന്താണ് പേര്? സ്വദേശി സ്റ്റീം നാവിഗേഷൻ കമ്പനി. കാരണം ആ കാലഘട്ടത്തിൽ എന്താണ്, ഇന്ത്യയിൽ നിന്ന് നമ്മൾ ബ്രിട്ടനിലേക്ക് ആയിക്കോട്ടെ, മറ്റു ഏതൊരു യൂറോപ്യൻ രാജ്യത്തിലേക്ക് ആയിക്കോട്ടെ, എന്താണ് നമ്മൾ ഏറ്റവും കൂടുതൽ നടത്തിയിരുന്നത്? കപ്പൽ യാത്രകളായിരുന്നു. എന്താണ്? കപ്പൽ യാത്രകളായിരുന്നു. അതുകൊണ്ട് തന്നെ എന്താണ്, ഈ ബ്രിട്ടീഷുകാരുടെ കപ്പലുകളെ, അങ്ങനെയുള്ള എന്താണ് ബ്രിട്ടീഷുകാരുടെ അല്ലെങ്കിൽ വിദേശികളായിട്ടുള്ള വ്യക്തികളുടെ കപ്പലുകളെയാണ് നമ്മൾ എന്തിനു വേണ്ടി ആശ്രയിച്ചിരുന്നത്? നമ്മൾ ഈ പറയുന്ന ട്രാൻസ്പോർട്ടേഷന് വേണ്ടി ആശ്രയിച്ചിരുന്നത്. അപ്പൊ അതിലൊരു മാറ്റം വരുത്തുന്നതിന് വേണ്ടിയിട്ട് എന്താണ്, ഒരു ഇന്ത്യക്കാരൻ നടത്തുന്ന ഒരു സ്റ്റീം നാവിഗേഷൻ കമ്പനി വേണമെന്നുള്ള ഒരു ആഗ്രഹത്തിന്റെ പുറത്ത് ഈ പറയുന്ന സ്വദേശി പ്രസ്ഥാനത്തിന്റെ ഭാഗമായിട്ട് VO ചിദംബരം പിള്ള 1906 രൂപീകരിക്കുന്ന കമ്പനിയാണ് എന്തെന്ന് പറയുന്നത്? സ്വദേശി സ്റ്റീം നാവിഗേഷൻ കമ്പനി എന്ന് പറയുന്നത്. സ്വാഭാവികമായിട്ടും ബ്രിട്ടീഷുകാർക്ക് ഇദ്ദേഹം ഇങ്ങനെ ഒരു സംരംഭം ആരംഭിച്ചപ്പോ എന്ത് സംഭവിച്ചു? ബ്രിട്ടീഷുകാർക്ക് അദ്ദേഹത്തിനോട് ചെറിയ രീതിയിലുള്ള അസ്വാരസ്യങ്ങൾ ആരംഭിച്ചു. ബ്രിട്ടീഷുകാർ എന്ത് ചെയ്തു? അവരുടെ കപ്പൽ യാത്രാ ചാർജ് കുറച്ചു. വിട്ടു നൽകാൻ ചിദംബരം പിള്ളയും തയ്യാറായിരുന്നില്ല. അദ്ദേഹവും എന്ത് ചെയ്തു? അദ്ദേഹവും വീണ്ടും എന്ത് ചെയ്തു? അദ്ദേഹത്തിന്റെ കപ്പലിലെ യാത്രാ നിരക്ക് കുറച്ചു. ബ്രിട്ടീഷുകാർ വീണ്ടും കുറച്ചു. വീണ്ടും ചിദംബരം പിള്ള എന്ത് ചെയ്തു? അതിന് കീഴിലായിട്ട് അദ്ദേഹത്തിന്റെ കപ്പലുകളിൽ യാത്ര ചെയ്യുന്നതിനുള്ള ചാർജ് എന്ത് ചെയ്തു? കുറച്ചു. എന്നാൽ ബ്രിട്ടീഷുകാർ എന്താണ് ചെയ്തത് എന്ന് പറഞ്ഞാൽ യാത്ര സൗജന്യമാക്കി നൽകുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ കൊണ്ടുചെന്ന് എത്തിച്ചു. എന്നാൽ സ്വാഭാവികമായിട്ടും ബ്രിട്ടീഷുകാരോട് ഒരു സൗജന്യമായിട്ടൊരു സർവീസ് നടത്തിക്കൊണ്ടു പോകുന്നതിനായിട്ട് ആർക്ക്? VO ചിദംബരം പിള്ളയ്ക്ക് പിന്നീട് സാധ്യമാകാതെ വരികയും അദ്ദേഹം പിന്നീട് അത് പൂട്ടിപ്പോവുകയും ഒക്കെയാണ് ഉണ്ടാകുന്നത് ചരിത്രത്തിൽ. പക്ഷെ എന്താണ്, ബ്രിട്ടീഷുകാരോട് ഞങ്ങൾക്കും ഇത്തരത്തിലുള്ള സംരംഭങ്ങൾ നടത്താൻ കഴിയും, സ്വദേശികളായിട്ടുള്ള ഇന്ത്യക്കാർക്കും എന്ത് ചെയ്യാൻ പറ്റും, ഇത്തരം സംരംഭങ്ങൾ നടത്തിക്കൊണ്ടു പോകാൻ കഴിയും എന്ന രീതിയിൽ ബ്രിട്ടീഷുകാരെ വെല്ലുവിളിക്കുന്നതിനായിട്ട് ആർക്ക് കഴിഞ്ഞു? VO ചിദംബരം പിള്ളയ്ക്ക് കഴിഞ്ഞു. ഈ പറയുന്ന സ്വദേശി സ്റ്റീം നാവിഗേഷൻ കമ്പനിയുടെ ആസ്ഥാനം എന്ന് പറയുന്നത് തൂത്തുക്കുടിയാണ്. എവിടെയാണ്? തമിഴ്നാടിലെ തൂത്തുക്കുടി എന്ന് പറയുന്ന സ്ഥലമാണ് എന്ന് പറയുന്നത് സ്വദേശി സ്റ്റീം നാവിഗേഷൻ കമ്പനിയുടെ ആസ്ഥാനം എന്ന് പറയുന്നത്. മാത്രമല്ല ഈ VO ചിദംബരം പിള്ളയെ തമിഴ്നാട്ടുകാർ ആദരവോടെയും സ്നേഹത്തോടെയും വിളിക്കുന്ന പേരാണ് എന്തെന്ന് പറയുന്നത്? കപ്പലോട്ടിയ തമിഴൻ. എന്താണ്? കപ്പലോട്ടിയ തമിഴൻ. PSC പലപ്പോഴും ചോദിച്ചിട്ടുണ്ട്. അതായത് താഴെ പറയുന്നവയിൽ കപ്പലോട്ടിയ തമിഴൻ എന്നറിയപ്പെടുന്ന വ്യക്തി ആരാണ് എന്നുള്ള ചോദ്യം എന്താണ്? PSC മുൻകാലങ്ങളിൽ ചോദിച്ചിട്ടുണ്ട്. ആരാണത്? VO ചിദംബരം പിള്ളை. തമിഴ്നാട്ടുകാർ അദ്ദേഹത്തെ സ്നേഹത്തോടെ വിളിച്ച പേരാണ് എന്തെന്ന് പറയുന്നത്? കപ്പലോട്ടിയ തമിഴൻ. മാത്രമല്ല അദ്ദേഹം ദക്ഷിണേന്ത്യയിലെ സൂപ്പർ ഹീറോ, ഫാദർ ഓഫ് ഇന്ത്യൻ ഷിപ്പിംഗ് ഇൻഡസ്ട്രി എന്നെല്ലാം അറിയപ്പെടുന്നത് ഇതേ VO ചിദംബരം പിള്ള തന്നെയാണ്. എന്തൊക്കെയാണ് അദ്ദേഹം അറിയപ്പെടുന്നത്? ദക്ഷിണേന്ത്യയിലെ സൂപ്പർ ഹീറോ, കപ്പലോട്ടിയ തമിഴൻ, ഫാദർ ഓഫ് ദ ഇന്ത്യൻ ഷിപ്പിംഗ് ഇൻഡസ്ട്രി, ഇന്ത്യൻ ഷിപ്പിംഗ് വ്യവസായത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്ന വ്യക്തി കൂടിയാണ് ആരെന്ന് പറയുന്നത്? VO ചിദംബരം പിള്ള എന്ന് പറയുന്നത്.
അപ്പോ ബംഗാൾ വിഭജനത്തെ തുടർന്ന് ബംഗാളിൽ ജനങ്ങൾ ആരംഭിച്ചു. പിന്നീട് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് അത് ഏറ്റെടുത്തു. അത് ഇന്ത്യയിലെ ബംഗാളിൽ തുടങ്ങി ഇന്ത്യയിലെ എല്ലാ ബ്രിട്ടീഷ് ഭരണ കേന്ദ്രങ്ങളിലും എന്താണ് സ്വദേശി പ്രസ്ഥാനം വളർന്ന് പന്തലിക്കുകയും പോരാട്ടങ്ങൾ നടത്തുകയും ചെയ്തു. ബോംബെ പ്രസിഡൻസിയിൽ ആരാണ്? ബാലഗംഗാധര തിലകനും പഞ്ചാബ്, ലാഹോർ എന്നിവിടങ്ങളിൽ ലാലാ ലജ്പത് റായ്, സർദാർ അജിത് സിംഗ്, ബംഗാളിൽ അരവിന്ദ ഘോഷ്, സുരേന്ദ്രനാഥ ബാനർജി, ആന്ധ്ര മേഖലയിൽ ആരാണ്? ഹരിസരവട്ടം റാവുവും തമിഴ്നാട്ടിൽ വി.ഒ. ചിദംബരം പിള്ളയും എന്ത് ചെയ്തു? ഈ പറയുന്ന സ്വദേശി പ്രസ്ഥാനത്തിന്റെ നേതാക്കളായിട്ട് നിന്നുകൊണ്ട് സ്വദേശി പ്രസ്ഥാനത്തെ എന്ത് ചെയ്തു? മുന്നോട്ട് നയിച്ചു. അപ്പോ ഇങ്ങനെ സമരം ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിലായിട്ട് വ്യാപിച്ചു നടക്കുന്ന സമയത്താണ് ആരായിരുന്നു ഇന്ത്യയുടെ വൈസ്രോയി എന്ന് നമ്മൾ പറഞ്ഞു? ആരായിരുന്നു അത്? മിന്റോ രണ്ടാമനായിരുന്നു. ആരാണ്? സ്വദേശി സമരം ഇന്ത്യയിൽ നടക്കുമ്പോൾ ഇന്ത്യയുടെ വൈസ്രോയി ആയിരുന്ന വ്യക്തിയുടെ പേരെന്താണ്? അത് മിന്റോ രണ്ടാമനായിരുന്നു. ഈ മിന്റോ രണ്ടാമൻ ഈ പറയുന്ന സമരത്തെ എന്താണ്? ഈ പറയുന്ന നമ്മളുടെ സ്വദേശി സമരത്തെ അദ്ദേഹത്തിന്റെ മുൻഗാമികളെ പോലെ ആയുധം ഉപയോഗിച്ചുകൊണ്ട് അടിച്ചമർത്തുവാനുള്ള ശ്രമങ്ങളല്ല നടത്തിയത്. മറിച്ച് അദ്ദേഹം ചെയ്തത് എന്താണ്? അദ്ദേഹം തന്റെ കുശാഗ്ര ബുദ്ധി ഉപയോഗിച്ചുകൊണ്ട് ഈ പറയുന്ന സ്വദേശി സമരത്തെ തകർക്കുന്നതിന് വേണ്ടിയിട്ടാണ് അദ്ദേഹം ശ്രമിച്ചത്. അദ്ദേഹം വെറും രണ്ട് ശ്രമങ്ങളെ നടത്തിയതുള്ളൂ. പക്ഷെ ആ 2 ശ്രമങ്ങളും എന്തായിരുന്നു? വിജയമായിരുന്നു. ഇതാണ് ഈ പറയുന്ന മിന്റോ പ്രഭു എന്താണ്? ആകെ 2 ശ്രമങ്ങളെ നടത്തിയുള്ളൂ. ഈ 2 ശ്രമങ്ങളും എന്തായിരുന്നു? 2 ശ്രമങ്ങളും വിജയങ്ങളായിരുന്നു എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോ സ്വദേശി സമരകാലത്തെ ഇന്ത്യൻ വൈസ്രോയി ആയിരുന്നു ആരെന്ന് പറയുന്നത്? മിന്റോ രണ്ടാമൻ എന്ന് പറയുന്നത്. അദ്ദേഹം എന്ത് ചെയ്തില്ല? അദ്ദേഹം തന്റെ മുൻഗാമികളെ പോലെ ആയുധം ഉപയോഗിച്ചുകൊണ്ടല്ല ഈ സ്വദേശി സമരത്തെ നേരിട്ടത്. മറിച്ച് എങ്ങനെയാണ്? അദ്ദേഹം വളരെ കുശാഗ്ര ബുദ്ധിയോട് കൂടിയിട്ടാണ് അദ്ദേഹം എന്ത് ചെയ്തത്? ഈ പറയുന്ന സമരങ്ങളെ നേരിട്ടത്. അതായത് ഞാൻ നിങ്ങളോട് ബംഗാൾ വിഭജനം നടന്നപ്പോൾ, ബംഗാൾ വിഭജനത്തെ കുറിച്ച് പറഞ്ഞപ്പോൾ ഞാൻ നിങ്ങളോട് പറഞ്ഞിരുന്നു എന്താണ്? ആ കാലഘട്ടത്ത് ഈ ബംഗാൾ വിഭജിച്ചപ്പോൾ അബ്ദുൾ റസൂൽ എന്ന് പറയുന്ന ചരിത്ര പണ്ഡിതൻ പറഞ്ഞത്, കഴിഞ്ഞ 200 വർഷക്കാലങ്ങളായിട്ട് എന്താണ് നമ്മൾ വിചാരിച്ചിട്ട് നടക്കാത്ത ഒരു കാര്യം ഈ പറയുന്ന ബംഗാൾ വിഭജനം കൊണ്ട് നടന്നു. അതെന്താണ്? അത് ഹിന്ദുക്കളുടെയും മുസ്ലിങ്ങളുടെയും ഐക്യമാണ്. കാരണം എന്താണ്? നമ്മൾ ഈ പറയുന്ന ഒക്ടോബർ 16-ാം തീയതി രക്ഷാബന്ധൻ ദിനമായിട്ടൊക്കെ നമ്മൾ ആചരിച്ചു. അവിടെ എന്താണ്? പരസ്പരം ഹിന്ദുക്കളും മുസ്ലിങ്ങളും ഏകോദര സഹോദരന്മാരായിട്ട് എന്ത് ചെയ്തു? പരസ്പരം രാഖികൾ ബന്ധിക്കുകയൊക്കെ ചെയ്തു എന്ന് നമ്മൾ പറഞ്ഞു. അപ്പോ ബ്രിട്ടീഷുകാർക്കറിയാം ഈ സമരം പൊളിക്കണമെങ്കിൽ ആദ്യം എന്ത് പൊളിക്കണം? ആദ്യം ഇന്ത്യയിലെ ഹിന്ദുക്കളും മുസ്ലിങ്ങളും തമ്മിലുള്ള മൈത്രി പൊളിക്കണം. അത് പൊളിച്ചാലേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? ഈ സമരം പൊളിക്കുവാനായിട്ട് കഴിയുകയുള്ളൂ. അപ്പോ ഈ സമരം പൊളിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? ആദ്യം ഹിന്ദുക്കളും മുസ്ലിങ്ങളും തമ്മിലുള്ള ഐക്യം എന്ത് ചെയ്യണം? പൊളിക്കണം. അതിനു വേണ്ടിയിട്ട് ബ്രിട്ടീഷുകാരെന്താണ് ഈ പറയുന്ന ചില കുതന്ത്രങ്ങൾ പ്രയോഗിക്കുകയും അവർ പറഞ്ഞു എന്താണ്? ഞങ്ങൾ ഈ പറയുന്ന ബംഗാളിനെ വിഭജിച്ചിട്ടുള്ളത് ഡെവലപ്മെന്റിന്റെ അടിസ്ഥാനത്തിലാണ്. നിങ്ങൾ നോക്കുക, ഈ പറയുന്ന ഹിന്ദുക്കൾ ഭൂരിപക്ഷമായിട്ടുള്ള ബംഗാൾ എന്ന് പറയുന്നത് അതൊരു വികസിത ബംഗാളാണ്. അവിടെ എല്ലാ സൗകര്യങ്ങളും ഉണ്ട്. എന്നാൽ നിങ്ങൾ നോക്കൂ, ഈ മുസ്ലിങ്ങൾ ഭൂരിപക്ഷമായിട്ടുള്ള കിഴക്കൻ ബംഗാൾ എന്ന് പറയുന്നത് എന്താണ്? അവിടെ ദാരിദ്ര്യവും പട്ടിണിയുമാണ്. അവിടെ വികസനം വേണ്ട രീതിയിൽ വന്നെത്തിയിട്ടില്ല. അപ്പോ അവിടെ വികസനം എത്തിക്കുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്തത്? ബംഗാളിനെ വിഭജിച്ചത്. പക്ഷേ നിങ്ങൾക്ക് വികസനം എത്തിക്കുന്നതിന് ആരാണ് തടസ്സം നിൽക്കുന്നത്? നിങ്ങൾക്ക് വികസനം എത്തിക്കുന്നതിന് ഇന്ത്യയിലെ ദേശീയ പ്രസ്ഥാനമായിട്ടുള്ള കോൺഗ്രസ് എന്ത് ചെയ്യുന്നു? കോൺഗ്രസ് തടസ്സം നിൽക്കുന്നു എന്നുള്ള രീതിയിൽ ചില ബ്രെയിൻ വാഷുകൾ അക്കാലഘട്ടത്തിലുള്ള മുസ്ലിം നേതാക്കന്മാരുടെ മനസ്സിലേക്ക് ആരിട്ടുകൊടുത്തു? ബ്രിട്ടീഷുകാർ ഇട്ടുകൊടുത്തു. ഇപ്പോ ഹിന്ദുവും മുസ്ലിമും എന്താണ്? ഒരു ശരീരത്തിന്റെ 2 കണ്ണുകളാണ് എന്ന് പറഞ്ഞ വ്യക്തിയാണ് ആരെന്ന് പറയുന്നത്? സർ സയ്യിദ് അഹമ്മദ് ഖാൻ എന്ന് പറയുന്നത്. ആ സർ സയ്യിദ് അഹമ്മദ് ഖാൻ പോലും എന്ത് ചെയ്യപ്പെട്ടു? അദ്ദേഹം പോലും ഈ പറയുന്ന ബ്രിട്ടീഷുകാരുടെ കിംവദന്തികൾക്ക് എന്താണ്? ചെവി കൊടുക്കുകയും ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൽ എന്താണ്? വെറും മുസ്ലിം
നവോത്ഥാന നായകൻ മാത്രമായിട്ട് എന്താണ് സർ സയ്യിദ് അഹമ്മദ് ഖാൻ എന്ത് ചെയ്യപ്പെട്ടു? അദ്ദേഹം ഒതുങ്ങിപ്പോവുകയുമാണ് ഉണ്ടായത്. അപ്പോ ബ്രിട്ടീഷുകാർ എന്താണ് നിരന്തരമായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, എന്താണ് മുസ്ലിങ്ങളുടെ ഡെവലപ്മെന്റിന് വേണ്ടിയിട്ടാണ് നമ്മൾ ബംഗാളിനെ വിഭജിച്ചത്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെ നിങ്ങൾ നോക്കൂ, അതൊരു ഹിന്ദു ഭൂരിപക്ഷ പാർട്ടിയാണ്. അവർ ഹിന്ദുക്കൾക്ക് വേണ്ടിയാണ് നിലകൊള്ളുന്നത്. എന്താണ് നിങ്ങൾക്ക് വേണ്ടി ചോദിക്കാനും പറയാനും ആരുമില്ല. നിങ്ങൾ ഈ ബംഗാൾ വിഭജനത്തെ എന്ത് ചെയ്യണം? നിങ്ങൾ അത് സപ്പോർട്ട് ചെയ്യുകയാണ് വേണ്ടത് എന്നുള്ള രീതിയിൽ എന്ത് ചെയ്തു? ഈ മുസ്ലിം നേതാക്കന്മാരോട് ബ്രിട്ടീഷുകാർ എന്ത് ചെയ്തു? ചില ചതിപ്രയോഗങ്ങൾ അല്ലെങ്കിൽ എന്താണ് തലയണ മന്ത്രങ്ങൾ നടത്തുകയും ചില ആളുകൾ ആ തലയണ മന്ത്രത്തിൽ വീണു പോവുകയും തങ്ങൾക്ക് വേണ്ടി സംസാരിക്കുവാൻ, അതായത് ഇന്ത്യയിലെ മുസ്ലിങ്ങൾക്ക് വേണ്ടി സംസാരിക്കുവാനായിട്ട് എന്താണ് ഒരു പാർട്ടി ഉണ്ടാകേണ്ടത്, ഒരു ദേശീയ പാർട്ടി ഉണ്ടാകേണ്ടത് ഒരു ആവശ്യകതയാണെന്ന് വിചാരിക്കുകയും അങ്ങനെ അഗാ ഖാൻ, നവാബ് സലീമുള്ള, മുഹ്സിൻ ഉൽ മുൽക്ക് എന്ന് പറയുന്ന 3 വ്യക്തികളുടെ നേതൃത്വത്തിൽ 1906 ഡിസംബർ 30 ഇന്നത്തെ ബംഗ്ലാദേശിലെ ധാക്കയിൽ വെച്ച് ഓൾ ഇന്ത്യ മുസ്ലിം ലീഗ് എന്ന് പറയുന്ന സംഘടന എന്ത് ചെയ്യപ്പെട്ടു? ഓൾ ഇന്ത്യ മുസ്ലിം ലീഗ് എന്ന് പറയുന്ന സംഘടന രൂപീകരിക്കപ്പെട്ടു. എന്നാണ് രൂപീകരിക്കപ്പെട്ടത്? 1906 ഡിസംബർ 30 എന്ത് രൂപീകരിക്കപ്പെട്ടത്? മുസ്ലിം ലീഗ് രൂപീകരിക്കപ്പെട്ടത്. എവിടെ വെച്ചാണ് രൂപീകരിക്കപ്പെട്ടത്? ബംഗ്ലാദേശിലെ ധാക്കയിൽ വെച്ചാണ് രൂപീകരിക്കപ്പെട്ടത്. ഇതിന് നേതൃത്വം വഹിച്ച നേതാക്കന്മാർ ആരെല്ലാമാണ്? ഒന്നാമത്തത് അഗാ ഖാൻ, നവാബ് സലീമുള്ള, മുഹ്സിൻ ഉൽ മുൽക്ക്. ആരാണ്? മുഹ്സിൻ ഉൽ മുൽക്ക്. ഇങ്ങനെ ഉള്ള 3 നേതാക്കന്മാരുടെ നേതൃത്വത്തിന് കീഴിലാണ് എന്ത് ചെയ്യുന്നത്? മുസ്ലിം ലീഗ് എന്ന് പറയുന്ന സംഘടന രൂപീകരിക്കപ്പെട്ടത്. ഈ മുസ്ലിം ലീഗിന്റെ ആദ്യത്തെ പ്രസിഡന്റ് ആയിരുന്നു ആരെന്ന് പറയുന്നത്? അഗാ ഖാൻ എന്ന് പറയുന്നത്. ആരാണ്? അഗാ ഖാൻ എന്ന് പറയുന്നത്. അങ്ങനെ ഈ മുസ്ലിം ലീഗ് എന്ന് പറയുന്ന സംഘടന എന്താണ്? അവർ വളരെ പ്രത്യക്ഷമായി കൊണ്ട് തന്നെ ഈ ബംഗാൾ വിഭജനത്തെ എന്ത് ചെയ്യുകയാണ് ഉണ്ടായത്? സപ്പോർട്ട് ചെയ്യുകയാണ് ഉണ്ടായത്. അപ്പോ ഈ പറയുന്ന മിന്റോയുടെ ആദ്യത്തെ ശ്രമം തന്നെ എന്താണ്? വളരെ സക്സസ് ആയി എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. എന്താണ്? ബംഗാൾ വിഭജനത്തെ തുടർന്ന് ഏകോദര സഹോദരന്മാരെ പോലെ നിലനിന്നിരുന്ന ഇന്ത്യയിലുള്ള മുസ്ലിങ്ങളെയും ഹിന്ദുക്കളെയും തമ്മിൽ എന്താണ് വിഭജിക്കുവാനായിട്ട് എന്താണ് അവരെ രാഷ്ട്രീയപരമായിട്ട് മതപരമായിട്ട് എന്താണ് വിഭജിക്കുവാനായിട്ട് ബ്രിട്ടീഷുകാർക്ക് എന്ത് ചെയ്തു? സാധിച്ചു. ഇതാണ് നമ്മളുടെ സ്വദേശി പ്രസ്ഥാനത്തിന്റെ തകർച്ചയ്ക്ക് കാരണമായിട്ടുള്ള ആദ്യത്തെ സംഭവം എന്ന് പറയുന്നത്. എന്താണ്? മുസ്ലിം ലീഗിന്റെ രൂപീകരണമാണ്. അല്ലെങ്കിൽ എന്താണ്? ഇന്ത്യയിലെ ഹിന്ദുക്കളുടെയും മുസ്ലിങ്ങളുടെയും എന്താണ് ആ ഐക്യം തകർത്തതാണ് നമ്മളുടെ സ്വദേശി പ്രസ്ഥാനം അല്ലെങ്കിൽ സ്വദേശി സമരത്തിന്റെ തകർച്ചയ്ക്ക് കാരണമായിട്ടുള്ള ആദ്യത്തെ സംഭവം എന്ന് പറയുന്നത്. ഇനി രണ്ടാമത്തെ സംഭവം നടക്കുന്നത് 1907 അത് നമ്മൾ അറിയപ്പെടുന്നത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ സൂററ്റ് സമ്മേളനം എന്നാണ്. എന്താണ്? ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ സൂററ്റ് സമ്മേളനം. അവിടെ എന്താണ് നടന്നത്? അവിടെ വെച്ച് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന് പറയുന്ന ദേശീയ പ്രസ്ഥാനം എന്താണ്? 2ആയി വിഭജിക്കപ്പെടുകയാണ്. എന്താണ്? 1907 ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ സൂററ്റ് സമ്മേളനത്തിൽ വെച്ച് എന്ത് സംഭവിക്കുന്നു? ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന് പറയുന്ന സംഘടന 2 സംഘടനകളായിട്ട് പിളരുന്നു. അല്ലെങ്കിൽ എന്താണ്? 2 വിഭാഗമായിട്ട് മാറുന്നു. ഒന്ന് മിതവാദികളും, 2 എന്താണ്? തീവ്രവാദികളും. അപ്പൊ ഞാൻ നിങ്ങളോട് പറഞ്ഞു 1895 മുതൽ അല്ലെങ്കിൽ 1885 മുതൽ 1905 വരെയുള്ള ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ കാലഘട്ടം എന്ന് പറയുന്നത് നമ്മൾ മിതവാദികളുടെ കാലഘട്ടം എന്നാണ് പറഞ്ഞിരുന്നത്. അതിനുശേഷം 1905 ശേഷം ഏകദേശം 19 വരെയൊക്കെ എന്താണ് നമ്മൾ അറിയപ്പെടുന്നത്? തീവ്രവാദികളുടെ കാലഘട്ടം എന്നാണ് എന്നും നമ്മൾ പറഞ്ഞിരുന്നു. അപ്പോ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഈ സ്വദേശി സമരം ആരംഭിക്കുന്നത് 1905 ഏത് സമ്മേളനത്തിൽ വെച്ചാണ്? ബനാറസ് സമ്മേളനത്തിൽ വെച്ചാണ്. ഉത്തർപ്രദേശിലെ ബനാറസ് സമ്മേളനത്തിൽ വെച്ചാണ് ഈ പറയുന്ന സ്വദേശി എന്ന് പറയുന്ന പ്രസ്ഥാനം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആരംഭിക്കുന്നത്. ആ സമ്മേളനത്തിന്റെ അധ്യക്ഷൻ ആരായിരുന്നു? ആ സമ്മേളനത്തിന്റെ അധ്യക്ഷനായിരുന്നു ഗോപാലകൃഷ്ണ ഗോഖലെ എന്ന് പറയുന്നത്. ആരാണ്?
ഗോപാലകൃഷ്ണ ഗോഖലെ എന്ന് പറയുന്നത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചതാണ്. ഈ ഗോഖലെ എന്ന് പറയുന്ന വ്യക്തി ആരാണ്? അദ്ദേഹം എന്താണ്? അദ്ദേഹം ഒരു മിതവാദി നേതാവായിരുന്നു. എന്താണ്? ഗോഖലെ എന്തായിരുന്നു? ഗോഖലെ ഒരു മിതവാദി നേതാവായിരുന്നു. ഒരു മിതവാദിയായിട്ടുള്ള ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ നേതാവായിരുന്നു ഗോഖലെ. ഈ ഗോഖലെ പ്രസിഡന്റ് ആയിരിക്കുന്ന സമ്മേളനത്തിലാണ് സ്വദേശി എന്ന് പറയുന്ന സമരം നടത്താൻ കോൺഗ്രസ്സുകാർ എന്ത് ചെയ്യുന്നത്? കോൺഗ്രസ്സുകാർ ഒരു തീരുമാനം എടുക്കുന്നത്. പക്ഷേ ഞാൻ നിങ്ങളെ സ്വദേശി സമരത്തിന്റെ നേതൃത്വം നൽകിയ ആളുകളെ കുറിച്ച് പഠിപ്പിച്ചപ്പോൾ നിങ്ങൾ അവിടെ കേട്ട പേരുകൾ എന്തൊക്കെയാണ്? ബാലഗംഗാധര തിലകൻ, ലാലാ ലജ്പത് റായ്, ബിപിൻ ചന്ദ്രപാൽ, പിന്നെന്താണ്? ബിപിൻ ചന്ദ്രപാൽ, അജിത് സിംഗ്, അരവിന്ദ ഘോഷ്, ഇങ്ങനെയുള്ള പേരുകളാണ് ഈ സമരത്തിന്റെ നേതൃത്വ നിരയിൽ നിങ്ങൾ കാണുന്നത്. ഇവരെല്ലാം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ആരാണ്? അല്ലെങ്കിൽ ഏത് വിഭാഗത്തിൽ പെടുന്ന ആളുകളാണ്? ഇവരെല്ലാം തീവ്രവാദി വിഭാഗത്തിൽ പെടുന്ന നേതാക്കന്മാരാണ്. പറയുന്ന പോയിന്റ് നിങ്ങൾക്ക് മനസ്സിലാകണം. സമരം പ്രഖ്യാപിക്കുന്നത് ഒരു മിതവാദി നേതാവാണ്. പക്ഷെ സമരത്തിന് നേതൃത്വം ഇന്ത്യയിൽ മുഴുവൻ നൽകുന്നത് തീവ്രവാദി നേതാക്കന്മാരായിട്ടുള്ള ചെറുപ്പക്കാരാണ്. സ്വാഭാവികമായിട്ടും ഈ സ്വദേശി പ്രസ്ഥാനം ആരംഭിക്കുന്നതോടുകൂടി ഗോഖലെ എന്ന് പറയുന്ന നേതാവിന്റെ പ്രീതി എന്താണ്? കൂടുതലായിട്ട് ജനങ്ങൾക്കിടയിലേക്ക് ഉണ്ടാകുന്നു. എന്നാൽ ഇതേ സമയം തന്നെ ഈ പറയുന്ന സ്വദേശി സമരവുമായി ബന്ധപ്പെട്ട് അത് ചെറിയ രീതിയിൽ ഇങ്ങനെ വിജയിച്ചു വരുന്നതിന്റെ ഭാഗമായിട്ട് ഇതിന്റെ ഈ പറയുന്ന സമരത്തിന്റെ ക്രെഡിറ്റ് ആർക്കാണ് എന്നതിനെ ചൊല്ലിക്കൊണ്ട് എന്താണ്? ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ നേതൃത്വത്തിനിടയിൽ തന്നെ എന്തുണ്ടാകുന്നു? ചില വിയോജിപ്പുകൾ ഉണ്ടാകുന്നു. കാരണം എന്താണ്? സമരം പ്രഖ്യാപിക്കുക മാത്രമാണ് ആര് ചെയ്യുന്നത്? മിതവാദി നേതാക്കൾ ചെയ്യുന്നത്. സമരം നടത്തുന്നത് മുഴുവൻ ആരാണ്? തീവ്രവാദി നേതാക്കന്മാരാണ്. അപ്പൊ സ്വാഭാവികമായിട്ടും എന്താണ്? ഈ സമരത്തിന്റെ ക്രെഡിറ്റിനെ ചൊല്ലിക്കൊണ്ട് എന്താണ്? ഈ നേതാക്കന്മാർക്കിടയിൽ ചില തർക്കങ്ങൾ ഉണ്ടാകുന്നു. അതിന്റെ ഭാഗമായിട്ട് 1906 ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ മറ്റൊരു സമ്മേളനം നടക്കുന്നു. 1906 ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ എന്താണ്? മറ്റൊരു സമ്മേളനം നടക്കുന്നു. കൊൽക്കത്ത സമ്മേളനം എന്നാണ് അത് അറിയപ്പെടുന്നത്. കൊൽക്കത്തയിൽ വെച്ചാണ് ആ സമ്മേളനം എന്ത് ചെയ്യപ്പെടുന്നത്? നടക്കുന്നത്. കൊൽക്കത്തയിൽ വെച്ചാണ് എന്ത് ചെയ്യുന്നത്? ആ സമ്മേളനം നടക്കുന്നത് 1906. സ്വാഭാവികമായിട്ടും അവിടെ എന്താണ്? മിതവാദികളായിട്ടുള്ള ആളുകൾക്ക് അവരുടെ പക്ഷത്തിന്റെ നേതാവായിട്ടുള്ള ഗോപാലകൃഷ്ണ ഗോഖലെയെ എന്ത് ചെയ്യണം? ഈ സമ്മേളനത്തിന്റെ അധ്യക്ഷനാക്കണം എന്നാണ് താല്പര്യം. എന്നാൽ തീവ്രവാദികളായിട്ടുള്ള ആളുകൾക്ക് താല്പര്യം അവരുടെ നേതാവായിട്ടുള്ളതാണ്. അല്ലെങ്കിൽ എന്താണ്? ഈ സ്വദേശി പ്രസ്ഥാനത്തിന്റെ സമരങ്ങൾക്ക് ഏറ്റവും മുൻനിരയിൽ നിന്ന് നേതൃത്വം നൽകുന്ന ബാലഗംഗാധര തിലകനെ എന്ത് ചെയ്യണം? ബാലഗംഗാധര തിലകനെ നേതാവാക്കണം എന്നാണ് മിതവാദികളായിട്ടുള്ള നേതാക്കന്മാർക്ക് എന്ത് കൂടുതൽ താല്പര്യം. എന്താണ്? ബാലഗംഗാധര തിലകനെ എന്ത് ചെയ്യാനാണ്? നേതാവാക്കാനാണ്. മിതവാദികൾക്ക് ഗോപാലകൃഷ്ണ ഗോഖലെയും എന്താണ്? നേതാവാക്കണം. തീവ്രവാദികൾക്ക് ബാലഗംഗാധര തിലകനെ നേതാവാക്കണം. സ്വാഭാവികമായിട്ടും എന്താണ്? അവിടെ ഒരു അഭിപ്രായ ഭിന്നതയുണ്ടാവുകയും കാര്യങ്ങൾ തിരഞ്ഞെടുപ്പിലേക്ക് നീങ്ങുമെന്ന് പറയുന്ന ഒരു സിറ്റുവേഷനിലേക്ക് കാര്യങ്ങൾ എത്തിച്ചേരുകയും ചെയ്യുന്നു. അപ്പൊ അവിടെ ഉണ്ടായിരുന്ന മറ്റുള്ള നേതാക്കൾക്ക് എന്ത് ചെയ്യുന്നു? അവർക്ക് മനസ്സിലാവുന്നു ഇതൊരു ശരിയായ നടപടിയല്ല. ഇങ്ങനെയാണ് മുന്നോട്ട് പോകുന്നത് എങ്കിൽ എന്ത് ചെയ്യപ്പെടും? ഇങ്ങനെയാണ് മുന്നോട്ട് പോകുന്നതെങ്കിൽ അത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ തകർച്ചയ്ക്ക് കാരണമായിട്ട് മാറും എന്ന് മനസ്സിലാക്കിയ നേതാക്കന്മാർ ഈ പറയുന്ന 1906 INC സമ്മേളനത്തിന് അധ്യക്ഷനായിട്ട് മറ്റൊരു വ്യക്തിയെ നിയമിക്കുന്നു. ആ വ്യക്തിയുടെ പേരാണ് ദാദാഭായ് നവറോജി എന്നുള്ളത്. ആരാണ്? ദാദാഭായ് നവറോജി. 1906 കൊൽക്കത്ത സമ്മേളനത്തിന്റെ അധ്യക്ഷനായ വ്യക്തി ആരാണ്? അത് ദാദാഭായ് നവറോജിയാണ്. എന്തുകൊണ്ടാണ് ദാദാഭായ് നവറോജി അധ്യക്ഷനാക്കുന്നത്? ദാദാഭായ് നവറോജി എന്ന് പറയുമ്പോൾ അദ്ദേഹം മിതവാദിയായിട്ടുള്ള നേതാവാണെങ്കിലും അദ്ദേഹം എന്താണ്? നമ്മൾ അദ്ദേഹത്തെ വിളിക്കുന്നത് ഗ്രാൻഡ് ഓൾഡ് മാൻ ഓഫ് ഇന്ത്യ എന്നാണ്. ഇന്ത്യയുടെ വന്ധ്യവയോധികൻ എന്ന് നമ്മൾ വിളിക്കുന്ന വ്യക്തിയാണ് ആര്? ദാദാഭായ് നവറോജി. സ്വാഭാവികമായിട്ടും മിതവാദി നേതാവാണെങ്കിൽ പോലും അദ്ദേഹത്തിനോട് എന്തുണ്ട്?
തീവ്രവാദികളായിട്ടുള്ള നേതാക്കന്മാർക്കും ഒരു ഇഷ്ടമുണ്ട്, ഒരു ആദരവുണ്ട്, ഒരു ബഹുമാനമുണ്ട്. അതുകൊണ്ട് തന്നെ അദ്ദേഹം അധ്യക്ഷനായിട്ട് വരുമ്പോൾ അതിനെ എതിർക്കുവാനായിട്ട് എന്ത് ചെയ്യില്ല, ഒരു ആളുകൾ മുന്നോട്ട് വരില്ല. അതുകൊണ്ട് ഒരു സമവായമായിട്ടാണ് 1906 ദാദാഭായ് നവറോജിയെ എന്ത് ചെയ്യുന്നത്, ദാദാഭായ് നവറോജിയെ ഈ പറയുന്ന കൊൽക്കത്ത സമ്മേളനത്തിന്റെ അധ്യക്ഷനായിട്ട് കൊണ്ടുവരുന്നത്. ഈ 1906 കൊൽക്കത്ത സമ്മേളനത്തിന്റെ അധ്യക്ഷനായി മാറുമ്പോൾ അവിടെ മറ്റൊരു ചരിത്രം കൂടി എന്താണ് സൃഷ്ടിക്കപ്പെടുകയാണ്. എന്താണ്? ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ അധ്യക്ഷനാകുന്ന ഏറ്റവും പ്രായം കൂടിയ വ്യക്തിയാണ് ആരെന്ന് പറയുന്നത്, ദാദാഭായ് നവറോജി എന്ന് പറയുന്നത്. എന്താണ്? ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രസിഡന്റ് ആകുമ്പോ ഏറ്റവും കൂടുതൽ പ്രായമുള്ള വ്യക്തി, അല്ലെങ്കിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ഏറ്റവും പ്രായം കൂടിയ പ്രസിഡന്റ് ആരാണ് എന്ന് ചോദിച്ചാൽ അതിന്റെ ഉത്തരമാണ് ആരെന്ന് പറയുന്നത്, അതിന്റെ ഉത്തരമാണ് ഈ പറയുന്ന ദാദാഭായ് നവറോജി എന്ന് പറയുന്നത്. അപ്പൊ എന്താണ്, 1906 സമ്മേളനം നടന്നു. സമ്മേളനത്തിന് എന്താണ് പ്രശ്നം ഉണ്ടാകുമെന്നുള്ള സിറ്റുവേഷൻ വന്നു. പക്ഷെ അവിടെ സമവായം ഉണ്ടായി. ദാദാഭായ് നവറോജി എന്താണ് സെക്രട്ടറി, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രസിഡന്റ് ആയിട്ട് മാറി. എന്താണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രസിഡന്റ് ആവുന്ന ഏറ്റവും പ്രായം കൂടിയ വ്യക്തിയാണ് ആര്, ദാദാഭായ് നവറോജി എന്ന് പറയുന്നത്. ഒരു മിനിറ്റ്. അപ്പൊ എന്താണ്, ദാദാഭായ് നവറോജി INC-യുടെ പ്രസിഡന്റായി. ആ സമ്മേളനത്തിൽ 2 പ്രമേയങ്ങൾ പാസ്സാക്കപ്പെട്ടു. ഒന്ന് നാഷണൽ എഡ്യൂക്കേഷൻ റെസൊല്യൂഷൻ ആണ്. എന്താണ് നാഷണൽ എഡ്യൂക്കേഷൻ റെസൊല്യൂഷൻ? അഥവാ എന്താണ്, തദ്ദേശീയമായിട്ടുള്ള ഒരു വിദ്യാഭ്യാസ സംവിധാനം ഉണ്ടാക്കുക. അതായത് നമ്മൾ പഠിക്കുന്നത് ബ്രിട്ടീഷുകാരുടെ ചരിത്രം, ബ്രിട്ടീഷുകാരുടെ കാര്യങ്ങൾ ആണ്. അത് മാറിയിട്ട് എന്ത് വേണം, തദ്ദേശീയരായിട്ടുള്ള ആളുകളെ കുറിച്ച് അല്ലെങ്കിൽ തദ്ദേശീയമായിട്ടുള്ള കാര്യങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു വിദ്യാഭ്യാസ രീതി ഉണ്ടാക്കണം എന്നുള്ള രീതിയിൽ പാസ്സാക്കപ്പെട്ട റെസൊല്യൂഷനാണ് എന്തെന്ന് പറയുന്നത്, നാഷണൽ എഡ്യൂക്കേഷൻ റെസൊല്യൂഷൻ എന്ന് പറയുന്നത്. മാത്രമല്ല ഈ സമ്മേളനത്തിലാണ് മുഹമ്മദ് അലി ജിന്ന എന്ന് പറയുന്ന വ്യക്തി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ജനറൽ സെക്രട്ടറി ആയിട്ട് മാറുന്നത്. എന്താണ്, INC-യുടെ ജനറൽ സെക്രട്ടറി ആയിട്ട് ആര് മാറുന്നു, മുഹമ്മദ് അലി ജിന്ന മാറുന്നു. നാഷണൽ എഡ്യൂക്കേഷൻ റെസൊല്യൂഷൻ, സ്വരാജ് റെസൊല്യൂഷൻ, എന്താണ് സ്വരാജ് റെസൊല്യൂഷൻ, ഇവ എന്ത് ചെയ്യുന്നു, ഇവ പാസ്സാക്കപ്പെടുന്നത് ഏത് സമ്മേളനത്തിലാണ്, 1906 ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ കൊൽക്കത്ത സമ്മേളനത്തിലാണ്. ഈ കൊൽക്കത്ത സമ്മേളനത്തിന്റെ അധ്യക്ഷനാണ് ആരെന്ന് പറയുന്നത്, ദാദാഭായ് നവറോജി എന്ന് പറയുന്നത്. അപ്പൊ എന്താണ്, 1906 സമ്മേളനം അങ്ങനെ വലിയ പ്രശ്നങ്ങളൊന്നുമില്ലാതെ കഴിഞ്ഞു പോയി. സ്വാഭാവികമായിട്ടും അടുത്ത വർഷം വീണ്ടും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ സമ്മേളനം വരുന്നു. അപ്പോ വീണ്ടും ഇവർക്കിടയിലുള്ള പ്രശ്നങ്ങൾ എന്താണ്, വീണ്ടും ഇവർക്കിടയിലുള്ള പ്രശ്നങ്ങൾ അല്ലെങ്കിൽ വേർതിരിവുകൾ എന്താണ്, മിതവാദികളും തീവ്രവാദികളും തമ്മിലുള്ള വേർതിരിവുകൾ എന്താണ്, കൂടുതൽ ശക്തമായിട്ട് എന്ത് ചെയ്യുന്നു, മാറുന്നു. 1907 സൂററ്റ് സമ്മേളനം വരികയാണ്. സ്വാഭാവികമായിട്ടും അവിടെ വീണ്ടും ഉണ്ടാകുന്ന എന്താണ്, തീവ്രവാദികളായിട്ടുള്ള ആളുകൾക്ക് ബാലഗംഗാധര തിലകൻ വരണം. ഈ പറയുന്ന മിതവാദികളായിട്ടുള്ള ആളുകൾക്ക് ഗോഖലെ വരണം. അങ്ങനെയുള്ള പ്രശ്നം ഉണ്ടാവുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ടും ഗോഖലെ പറയുന്നു, ഞാൻ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് വരുന്നതിനായിട്ട് ഞാനില്ല. പക്ഷെ ബാലഗംഗാധര തിലകൻ എന്താണ്, അദ്ദേഹം പ്രസിഡന്റ് ആകാൻ വില്ലിംഗ് ആയിട്ട് നിൽക്കുകയാണ്. എന്നാൽ ഒരു തീവ്രവാദികളായിട്ടുള്ള അംഗങ്ങളെ അപേക്ഷിച്ചുകൊണ്ട് ആ സമ്മേളനത്തിൽ കൂടുതൽ അംഗങ്ങൾ ഉണ്ടായിരുന്നത് അല്ലെങ്കിൽ മെജോറിറ്റി ഉണ്ടായിരുന്നത് ആർക്കാണ്, അത് ഈ പറയുന്ന മിതവാദികളായിട്ടുള്ള അംഗങ്ങൾക്കാണ്. അതുകൊണ്ട് തന്നെ എന്താണ്, ബാലഗംഗാധര തിലകനെ അധ്യക്ഷനാക്കണം എന്നുള്ള ആവശ്യം എന്ത് ചെയ്യപ്പെടുന്നു, നിരസിക്കപ്പെടുകയും പകരം 1907 സൂററ്റ് സമ്മേളനത്തിന്റെ അധ്യക്ഷനായിട്ട് റഷ് ബിഹാരി ഘോഷ് എന്ന് പറയുന്ന മറ്റൊരു നേതാവിനെ തെരഞ്ഞെടുക്കുകയും ചെയ്യുന്നു. 1907 സൂററ്റ് സമ്മേളനത്തിന്റെ അധ്യക്ഷനായ വ്യക്തിയാണ് ആരെന്ന് പറയുന്നത്, റഷ് ബിഹാരി
ഘോഷ് എന്ന് പറയുന്നത് അദ്ദേഹം മിതവാദിയായിട്ടുള്ള നേതാവാണ്. എന്താണ്? അദ്ദേഹം മിതവാദിയായിട്ടുള്ള നേതാവാണ്. അങ്ങനെ 1907 എന്ത് ചെയ്യുന്നു? നടന്ന സൂററ്റ് സമ്മേളനത്തിൽ എന്ത് ചെയ്യുന്നു? അധ്യക്ഷനായിട്ട് റഷ് ബിഹാരി ഘോഷിനെ റഷ് ബിഹാരി ഘോഷിനെ എന്ത് ചെയ്യുന്നു? തിരഞ്ഞെടുക്കുന്നു. അദ്ദേഹം എന്താണ്? മിതവാദിയായിട്ടുള്ള ഒരു നേതാവാണ്. അപ്പോ തിലകനെ പ്രസിഡന്റ് ആക്കിയില്ല, പോട്ടെ. തിലകൻ ഒരു പ്രമേയം അവതരിപ്പിക്കുവാനായിട്ട് എന്ത് ചെയ്തു? ഒരു പ്രമേയം അവതരിപ്പിക്കുവാനായിട്ട് ഒരു അവസരം ആവശ്യപ്പെട്ടു. എന്നാൽ കോൺഗ്രസിന്റെ എന്താണ്? മിതവാദികളായിട്ടുള്ള നേതാക്കന്മാർ എന്ത് ചെയ്യുന്നു? ഈ അവസരം ഈ പറയുന്ന ബാലഗംഗാധര തിലകനെ നിഷേധിക്കുന്നു. ഇതിൽ ക്ഷുഭിതനായിക്കൊണ്ട് ബാലഗംഗാധര തിലകൻ എന്ത് ചെയ്യുന്നു? അവിടെ സ്റ്റേജിൽ ഉണ്ടായിരുന്ന മൈക്ക് പിടിച്ചെടുക്കുകയും അതിലൂടെ എന്താണ്? സംസാരിക്കുവാനായിട്ട് ഒരു ശ്രമം നടത്തുകയും ചെയ്യുന്നു. എന്നാൽ ഇത് ചെന്നെത്തിക്കുന്നത് മിതവാദികളായിട്ടുള്ള ആളുകളും തീവ്രവാദികളായിട്ടുള്ള ആളുകളും തമ്മിൽ എന്താണ്? ഈ സമ്മേളന വേദിയിൽ വെച്ച് കയ്യാങ്കളിയിലേക്ക് കാര്യങ്ങൾ എത്തുന്നതിനുള്ളത് രീതിയിലേക്ക് എന്ത് ചെയ്യുന്നു? ഈ സംഭവം കാര്യങ്ങളെ കൊണ്ട് ചെന്നെത്തിക്കുന്നു. അപ്പൊ അതുവരെ ബ്രിട്ടീഷുകാരായിട്ടുള്ള ആളുകൾ എന്ത് ചെയ്യുന്നു? ബ്രിട്ടീഷുകാരായിട്ടുള്ള പട്ടാളക്കാർ ഈ സമ്മേളനം നടക്കുന്നതിന്റെ വേദിക്ക് പുറത്ത് ഒരു അവസരവും കാത്ത് ഇരിക്കുകയായിരുന്നു. ഈ സമയത്താണ് എന്ത് നടക്കുന്നത്? സൂററ്റ് സ്പ്ലിറ്റിനകത്ത്, അതായത് സൂററ്റ് സമ്മേളനത്തിനകത്ത് മിതവാദികളും തീവ്രവാദികളും തമ്മിൽ എന്ത് ചെയ്യുന്നു? ഒരു കയ്യാങ്കളിയിലേക്ക് കാര്യങ്ങൾ കൊണ്ട് ചെന്നെത്തിക്കുന്നത്. ഈ സമയത്ത് എന്ത് ചെയ്യുന്നു? ബ്രിട്ടീഷ് പോലീസുകാർ ഇതാണ് തങ്ങൾക്ക് പറ്റിയ അവസരം എന്ന് പറഞ്ഞുകൊണ്ട് സമ്മേളന നഗരിയിൽ പ്രവേശിക്കുകയും അവരെന്ത് ചെയ്യുന്നു? അവർ മിതവാദികളായിട്ടുള്ള നേതാക്കന്മാരെ മാറ്റി നിർത്തിയതിനു ശേഷം തീവ്രവാദികളായിട്ടുള്ള നേതാക്കന്മാർക്ക് നേരെ എന്ത് ചെയ്യുന്നു? ലാത്തി ചാർജ് നടത്തുകയും അവരെന്താണ്? അവിടെ നിന്ന് തല്ലി ഓടിക്കുകയും ചെയ്യുന്ന ഒരു സംഭവം ഇന്ത്യ ചരിത്രത്തിൽ ഉണ്ടാകുന്നു. ഇതോടുകൂടി എന്ത് ചെയ്യപ്പെടുന്നു? ഇന്ത്യയിലെ കോൺഗ്രസ് എന്ന് പറയുന്ന പാർട്ടി, അല്ലെങ്കിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന് പറയുന്ന പാർട്ടി 2 വിഭാഗങ്ങളായിട്ട് പിരിയുന്നു. ഏതൊക്കെയാണ്? ഒന്ന് മിതവാദികൾ അഥവാ എന്താണ് മോഡറേറ്റ്സുകൾ, അല്ലെങ്കിൽ എന്താണ് തീവ്രവാദികൾ അഥവാ എക്സ്ട്രീമിസ്റ്റുകൾ. PSC എന്താണ് പലപ്പോഴും ചോദിച്ചിട്ടുള്ള ചോദ്യമാണ്. അതായത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്താണ് മിതവാദികൾ തീവ്രവാദികൾ എന്നിങ്ങനെ 2 വിഭാഗങ്ങളായിട്ട് പിരിയുന്നതിന് കാരണമായിട്ടുള്ള ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ സമ്മേളനം ഏതാണെന്ന് ചോദിച്ചാൽ അതിന്റെ ഉത്തരം ഏതാണ്? അതിന്റെ ഉത്തരം സൂററ്റ് സമ്മേളനമാണ്. ഈ സൂററ്റ് സമ്മേളനം നടന്നത് 1907 സൂററ്റ് എന്ന് പറയുന്നത് എവിടെയാണ്? സൂററ്റ് ഗുജറാത്തിലാണ്. അതിന്റെ അധ്യക്ഷനായിരുന്ന ആരാണ്? റഷ് ബിഹാരി ബോസ് ആണ്. അപ്പോ ഞാൻ പറഞ്ഞു, ബ്രിട്ടീഷുകാർക്ക് എന്താണ്? ബ്രിട്ടീഷുകാർക്ക് മിതവാദികളെയാണ് താല്പര്യം. ഈ പറയുന്ന തീവ്രവാദികളോട് വലിയ താല്പര്യമില്ല. എന്താണ്? ബ്രിട്ടീഷുകാർക്കറിയാം ഇവന്മാർ നമുക്ക് പണിയാണ്, മറ്റോമാരാണെങ്കിൽ കുഴപ്പമില്ല, മണ്ടന്മാരാ, പറ്റിക്കാം എന്നാണ് ബ്രിട്ടീഷുകാർ കരുതിയിരുന്നത്. അപ്പോ ബ്രിട്ടീഷുകാർ എന്ത് ചെയ്തു? മിതവാദികളായിട്ടുള്ള നേതാക്കന്മാരോട് ഒരു മൃദു സമീപനവും ഈ പറയുന്ന തീവ്രവാദികളായിട്ടുള്ള നേതാക്കന്മാരോട് കുറച്ച് എന്താണ് ഫോഴ്സ്ഫുൾ ആയിട്ടുള്ള സമീപനവുമാണ് ബ്രിട്ടീഷുകാർ കാണിച്ചിരുന്നത്. ഇതിന്റെ ഭാഗമായി കൊണ്ട് തന്നെ അപ്പോ 2 വിഭാഗങ്ങളായിട്ട് പിരിഞ്ഞു. അപ്പോ ബ്രിട്ടീഷുകാർ അടുത്ത് ചെയ്തത് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഈ പറയുന്ന തീവ്രവാദികളായിട്ടുള്ള നേതാക്കന്മാരെ എന്താണ് മിതവാദികളെ കൊണ്ട് തന്നെ സമൂഹത്തിൽ ഒറ്റപ്പെടുത്തുകയും എന്ത് ചെയ്യുന്നു? ഇവരെ അറസ്റ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടികൾ സ്വീകരിക്കുകയും ചെയ്യുന്നു. അതിന്റെ ഭാഗമായിട്ട് നമ്മൾ പറഞ്ഞ പ്രമുഖരായപ്പെട്ടിട്ടുള്ള എല്ലാ നേതാക്കന്മാരും എന്ത് ചെയ്യപ്പെടുന്നു? അറസ്റ്റ് ചെയ്യപ്പെടുന്നു. ഒന്നാമതായിട്ട് എന്താണ്? ലാലാ ലജ്പത് റായ്, അജിത് സിംഗ് എന്നിവരെ എന്ത് ചെയ്യുന്നു? അവരെ അറസ്റ്റ് ചെയ്ത് നാട് കടത്തുന്നു. അവർക്ക് എന്താണ്? അമേരിക്കയിലേക്ക് പോകേണ്ടി വരുന്നു. അവരെന്താണ്? ഈ കാലഘട്ടം എന്ന് പറഞ്ഞാൽ ബ്രിട്ടീഷുകാരുടെ സൂര്യൻ അസ്തമിക്കാത്ത സാമ്രാജ്യം എന്നാണ് ബ്രിട്ടീഷ് കോളനി എന്ത് ചെയ്യപ്പെടുന്നത്? അറിയപ്പെടുന്നത്. ലോകത്തിന്റെ എല്ലാ ഭാഗങ്ങളിലും എന്താണ്? അവർക്ക് കോളനികളുണ്ട്. അപ്പോ ഇവരെ നാട് കടത്തിയപ്പോൾ ഇവർക്ക് പോകുന്നതിനായിട്ട് സ്ഥലം വേറെയൊന്നും ഇല്ലാത്തത് കൊണ്ടാണ് എന്ത് ചെയ്യുന്നത്? ലാലാ ലജ്പത് റായിയും അജിത് സിംഗ് എന്ത് ചെയ്യുന്നത്? അമേരിക്കയിലേക്ക് ആ സമയത്ത് എന്ത് ചെയ്യുന്നു? നാട് വിട്ടു പോകുന്നു. അതിനുശേഷം ലാലാ ലജ്പത് റായ് തിരിച്ചിന്ത്യയിലേക്ക് വരുന്നുണ്ട്. അദ്ദേഹം സ്വാതന്ത്ര്യ സമരത്തിന്റെ എന്താണ് ഭാഗമായിട്ടൊക്കെ മാറുന്നുണ്ട്. പക്ഷെ അജിത് സിംഗിന്റെയൊക്കെ സ്വാതന്ത്ര്യം കിട്ടുന്നതിന് 2 ദിവസം മുമ്പോ 3 ദിവസം മുമ്പോ ആണ് പിന്നീട് എന്ത് ചെയ്യുന്നത്? അമേരിക്കയിലേക്ക് തിരിച്ച് വരുന്നത്. അമേരിക്കയിൽ നിന്ന് എന്ത് ചെയ്യുന്നത്? തിരിച്ചു വരുന്നത്. പിന്നെ
മറ്റൊരു നേതാവാണ് ആരെന്ന് പറയുന്നത് ബിപിൻ ചന്ദ്രപാൽ എന്ന് പറയുന്നത്. ബിപിൻ ചന്ദ്രപാൽ അറസ്റ്റ് ചെയ്യപ്പെടുന്നു. അദ്ദേഹം എന്ത് ചെയ്യുന്നു? അദ്ദേഹം ജയിലിൽ പോകുന്നു. പക്ഷെ അദ്ദേഹം തിരിച്ചു വരുന്ന സമയത്ത് എന്താണ്? അദ്ദേഹം തിരിച്ചു വരുന്ന സമയത്ത് ഈ പറയുന്ന അദ്ദേഹത്തിന്റെ കമ്പാനിയൻസ് ആയിട്ടുള്ള ലജ്പത് റായിയോ ബാലഗംഗാധര തിലകനോ ആരും തന്നെ ഇവിടെയില്ല. ഇന്ത്യ എന്ന് പറയുന്ന രാജ്യത്തില്ല. അവരൊക്കെ പല സ്ഥലങ്ങളിൽ ജയിലിലാണ്, അല്ലെങ്കിൽ നാട് കടത്തപ്പെട്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ എന്താണ്? അതുകൊണ്ട് തന്നെ ഇദ്ദേഹം ആ കാലഘട്ടത്തിൽ അദ്ദേഹത്തിന് ഇടപെടുന്നതിനായിട്ട് ചില പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നുകൊണ്ട് ഈ പറയുന്ന ബിപിൻ ചന്ദ്രപാൽ എന്ത് ചെയ്യുന്നു? അദ്ദേഹം സജീവ രാഷ്ട്രീയത്തിൽ നിന്ന് ഒരു റിട്ടയർമെന്റ് എടുക്കുകയാണ് ആ കാലഘട്ടത്തിൽ ചെയ്യുന്നത്. പിന്നെ മൂന്നാമത് ഉള്ള വ്യക്തിയാണ് ആരെന്ന് പറയുന്നത് ബാലഗംഗാധര തിലകൻ എന്ന് പറയുന്നത്. ബാലഗംഗാധര തിലകൻ എന്ന് പറയുന്നത് നിസ്സാരക്കാരനല്ല എന്ന് ആർക്കറിയാം? ബ്രിട്ടീഷുകാർക്കറിയാം. അതുകൊണ്ട് തന്നെ എന്താണ്? അവർ ഈ പറയുന്ന ഒരു പത്ര നിയമം ഉണ്ടാക്കുകയും എന്താണ് ബ്രിട്ടീഷുകാർക്കെതിരായിട്ട് എഴുതുന്നവർക്കെതിരായിട്ട് അവരെ അറസ്റ്റ് ചെയ്യുന്നതിനായിട്ട് ഒരു നിയമം സൃഷ്ടിക്കുകയും സെഡീഷൻ ഓഫ് പ്രസ് ആക്ട് എന്നാണ് പറയുന്നത്. ആ ആക്ട് പ്രകാരം ആരെ അറസ്റ്റ് ചെയ്യുന്നു? ബാലഗംഗാധര തിലകനെ അറസ്റ്റ് ചെയ്യുന്നു. പക്ഷേ ബ്രിട്ടീഷുകാർക്കറിയാം ഇന്ത്യയിൽ ഏത് ജയിലിൽ അദ്ദേഹത്തെ ഇട്ടാലും അദ്ദേഹം അവിടെ നിന്ന് പുറത്തിറങ്ങി വരുന്നത് എന്താണ്? ആ ജയിലിലുള്ള ആളുകളെ സ്വതന്ത്ര സമര സേനാനികളാക്കി മാറ്റിക്കൊണ്ടായിരിക്കും എന്നുള്ളത് ആർക്കറിയാം? ഈ പറയുന്ന ബ്രിട്ടീഷുകാർക്ക് വളരെ നന്നായിട്ട് അറിയാം. എന്താണ്? ബാലഗംഗാധര തിലകന് ഏകദേശം 16ഓളം ഭാഷകൾ അദ്ദേഹം സംസാരിക്കുമായിരുന്നു. അദ്ദേഹത്തെ ഇന്ത്യയിലുള്ള ഏത് ജയിലിൽ കൊണ്ടുവന്നിട്ടാലും അദ്ദേഹം എന്ത് ചെയ്യും? അദ്ദേഹം തിരിച്ചിറങ്ങി വരുമ്പോൾ ആ ജയിലിൽ അദ്ദേഹത്തിന്റെ കൂടെ ഉണ്ടായിരുന്ന ആളുകളൊക്കെ തന്നെ സ്വതന്ത്ര സമര സേനാനികളായി മാറിയിട്ടുണ്ടാവും. അത്രയും കഴിവുള്ള വ്യക്തിയാണ് ആര്? ബാലഗംഗാധര തിലകൻ. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തെ എന്ത് ചെയ്യണം? അദ്ദേഹത്തെ ഇവിടെ ഒന്നും ഇട്ട് കഴിഞ്ഞാൽ ശരിയായില്ല. അദ്ദേഹത്തിന് ഭാഷ അറിയാത്ത ഒരു സ്ഥലത്തേക്ക് മാറ്റണം എന്ന് പറഞ്ഞുകൊണ്ട് എന്ത് ചെയ്തു? അദ്ദേഹത്തെ മാൻഡല ജയിൽ എന്ന് പറയുന്ന ഒരു ജയിലിലാണ്. മാൻഡല എന്ന് പറയുന്നത് ബർമ എന്ന് പറയുന്ന സ്ഥലത്തുള്ള ഒരു ജയിലാണ്. ആ ജയിലിലാണ് നീണ്ട 6 വർഷക്കാലം ആരെ അറസ്റ്റ് ചെയ്ത് തടവിലിട്ടത്? ഈ പറയുന്ന ബാലഗംഗാധര തിലകനെ അറസ്റ്റ് ചെയ്ത് തടവിലിട്ടത്. ഈ തടവിൽ കിടക്കുമ്പോൾ ബാലഗംഗാധര തിലകൻ എഴുതിയ എന്താണ് കൃതിയാണ് എന്ന് പറയുന്നത് ഗീതാ രഹസ്യം എന്ന് പറയുന്നത്. മാൻഡല ജയിൽ വാസകാലഘട്ടത്ത് അദ്ദേഹം എന്താണ് ഒരുപാട് തവണ എന്താണ് ഈ പറയുന്ന ഗീത വായിച്ചതിൽ നിന്നും അദ്ദേഹത്തിന് മനസ്സിലാക്കിയ കാര്യങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ട് അദ്ദേഹം എഴുതിയ പുസ്തകമാണ് എന്തെന്ന് പറയുന്നത് സീക്രട്ട് ഓഫ് ഗീത, അല്ലെങ്കിൽ എന്താണ് ഗീത രഹസ്യങ്ങൾ എന്ന് പറയുന്നത്. അപ്പൊ ആരാണ്? ബാലഗംഗാധര തിലകനെയും എന്ത് ചെയ്യുന്നു? ബ്രിട്ടീഷുകാർ അറസ്റ്റ് ചെയ്യുന്നു. പിന്നെയുള്ള മറ്റൊരു പ്രധാനപ്പെട്ട ആൾ അരബിന്ദ ഘോഷാണ്. അരബിന്ദ ഘോഷ് എന്ന് പറയുന്നത് നിസാരക്കാരനല്ല, വളരെ ഇന്റലിജന്റ് ആയിട്ടുള്ള ഒരു രാഷ്ട്രീയക്കാരനാണ്. എന്താണ്? വളരെ ഇന്റലിജന്റ് ആയിട്ടുള്ള ഒരു രാഷ്ട്രീയക്കാരനാണ് അരബിന്ദ ഘോഷ്. പഠിക്കുവാൻ സമർത്ഥനായിരുന്നു. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് ഇന്ന് നമ്മൾ IAS എന്നൊക്കെ പറയുന്ന ICS എന്ന് പറയുന്ന എന്ത് കിട്ടിയിട്ടുണ്ട്? ICS എന്ന് പറയുന്ന ഒരു പദവി, അതായത് ഒരു അഡ്മിനിസ്ട്രേറ്റീവ് പദവി അദ്ദേഹത്തിന് ലഭിക്കുകയും, പക്ഷേ അദ്ദേഹം എന്ത് ചെയ്തു എന്ന് പറഞ്ഞാൽ ഈ IAS അല്ലെങ്കിൽ IPS ട്രെയിനിങ്ങിന്റെ ഭാഗമായിട്ട് എന്തുണ്ട്? കുതിര സഫാരി പഠിക്കണം, അല്ലെങ്കിൽ കുതിരയെ എന്ത് ചെയ്യണം? കുതിര സഫാരി പഠിക്കണമെന്ന് ആ കാലഘട്ടത്തിൽ എന്താണ് ട്രെയിനിങ്ങിന്റെ ഭാഗം നിർബന്ധമാണ്. എന്നാൽ ഈ പറയുന്ന അരബിന്ദ ഘോഷും കുതിരയും തമ്മിൽ എന്താണ് അത്ര ചേർച്ചയല്ലാത്തതിനാൽ കുതിര സഫാരി പഠിക്കണം എന്ന് പറയുന്ന ഒറ്റ കാരണം കൊണ്ട് അദ്ദേഹം എന്ത് ചെയ്യുന്നു? അദ്ദേഹം ICS എന്ന് പറയുന്ന പദവി ഉപേക്ഷിക്കുകയാണ് ചെയ്യുന്നത്. പിന്നെ എന്ത് ചെയ്യുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹം ഈ പറയുന്ന സമരങ്ങളുടെ ഭാഗമായി മാറുകയും അലിപ്പൂർ ഗൂഢാലോചന കേസിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് അദ്ദേഹത്തെ എന്ത് ചെയ്യുന്നു? അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യുന്നു. അദ്ദേഹത്തെ ഇന്ത്യയിൽ എന്താണ് ഫ്രഞ്ച് ഇന്ത്യയിലേക്ക് അദ്ദേഹത്തെ എന്ത് ചെയ്യപ്പെടുന്നു? അദ്ദേഹത്തെ നാടുകടത്തപ്പെടുന്നു. എന്നാൽ അവിടെ എന്താണ് വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലാത്ത ഒരു സ്ഥലമായതുകൊണ്ട് തന്നെ എന്താണ് അദ്ദേഹത്തിന് സമരങ്ങളൊന്നും ചെയ്യുവാൻ അവിടെ എന്താണ് അവസരം ഉണ്ടാകുന്നില്ല. പക്ഷെ അദ്ദേഹം എന്ത് ചെയ്യപ്പെടുന്നു? അദ്ദേഹം അവിടെ വെച്ച് ആത്മീയതയിലേക്ക് തിരിയുകയും ഒരു സന്യാസിയായി മാറുകയുമാണ് ചരിത്രത്തിൽ ഉണ്ടാകുന്നത്. അപ്പോ മിതവാദികളും തീവ്രവാദികളുമായി പിരിഞ്ഞതിന് ശേഷം തീവ്രവാദികളായിട്ടുള്ള ഒരുവിധപ്പെട്ടിട്ടുള്ള എല്ലാ നേതാക്കന്മാരെയും എന്ത് ചെയ്യപ്പെടുന്നു? അറസ്റ്റ് ചെയ്യപ്പെടുന്നു, അല്ലെങ്കിൽ എന്ത് ചെയ്യപ്പെടുന്നു? നാടുകടത്തപ്പെടുന്നു. അതോടുകൂടി എന്താണ് നേതാക്കന്മാരില്ലാത്ത, ഈ സമരത്തിന്റെ നേതാക്കന്മാരില്ലാത്ത ഒരവസ്ഥയിലേക്ക് കാര്യങ്ങൾ കൊണ്ട് ചെന്ന് എത്തുകയും ഇതെന്ത് ചെയ്യുന്നു? ഇത് ഈ പറയുന്ന സമരത്തിന് അതിന്റെ നട്ടെല്ലൊടിക്കുകയുമാണ് പിന്നീട് ചരിത്രത്തിൽ ഉണ്ടാകുന്നത്.
അപ്പൊ എന്താണ് ഈ പറയുന്ന മിതവാദികളും തീവ്രവാദികളുമായിട്ട് പിരിയുന്നു. അപ്പൊ ബ്രിട്ടീഷുകാർ നടത്തിയ രണ്ട് ശ്രമങ്ങളും എന്താണ് വിജയമായി മാറി. ഒന്ന്, ഇന്ത്യയിലെ ഹിന്ദുക്കളെയും മുസ്ലിങ്ങളെയും തമ്മിൽ തെറ്റിക്കുന്നതിനായിട്ട് അവർ ശ്രമം നടത്തി. എന്ത് ചെയ്തു? അത് വിജയിച്ചു. ഇവിടുത്തെ എന്താണ് തീവ്രവാദികളെയും മിതവാദികളെയും തമ്മിൽ തെറ്റിച്ചു. തീവ്രവാദികളായിട്ടുള്ള ആളുകളെ എന്ത് ചെയ്തു? അറസ്റ്റ് ചെയ്തു, നാട് കടത്തി. ഇതോടുകൂടി എന്താണ് ഈ പറയുന്ന നമ്മളുടെ സ്വദേശി പ്രസ്ഥാനം എന്നുള്ളത് പൂർണ്ണമായിട്ടും തകരുന്ന സ്ഥിതിയിലേക്ക് ഇന്ത്യയിൽ എന്ത് ചെയ്തു? സാഹചര്യങ്ങളെ കൊണ്ട് ചെന്നെത്തിച്ചു. അതിനുശേഷം 1911 ഡിസംബർ 12 ബംഗാൾ വിഭജനം റദ്ദു ചെയ്യപ്പെട്ടതിനെ തുടർന്ന് എന്ത് ചെയ്തു? സ്വദേശി സമരം അവസാനിച്ചു. എന്താണ് 1911 ഡിസംബർ 12 എന്താണ്? ബംഗാൾ വിഭജനം റദ്ദു ചെയ്യപ്പെട്ടതിനെ തുടർന്ന് എന്താണ്? സ്വദേശി സമരം അവസാനിച്ചു. സ്വാഭാവികമായിട്ടും നിങ്ങൾക്കൊരു സംശയം തോന്നാം, എന്താണ് സാറേ സ്വദേശി സമരം എന്തിനു വേണ്ടിയാണ് നടത്തിയത്? അത് ബംഗാൾ വിഭജിപ്പിച്ചതിനെ തുടർന്നാണ് സ്വദേശി സമരം നടത്തിയത്. 1911 എന്താണ്? ബംഗാൾ വിഭജനം ബ്രിട്ടീഷുകാർ റദ്ദു ചെയ്തു. അപ്പോ സ്വാഭാവികമായിട്ടും സ്വദേശി സമരം വിജയം കാണുകയല്ലേ ചെയ്തത് എന്ന് നിങ്ങൾക്ക് എന്തുണ്ടാകാം? നിങ്ങൾക്കൊരു സംശയം ഉണ്ടാകാം, ശരിയല്ലേ? എന്തിനു വേണ്ടിയിട്ടാണ് സ്വദേശി സമരം തുടങ്ങിയത്? സ്വദേശി സമരം തുടങ്ങിയത് ഈ പറയുന്ന ബംഗാൾ വിഭജനത്തിനെതിരായിട്ടാണ്. 1905 എന്ത് ചെയ്യുന്നത്? സ്വദേശി സമരം തുടങ്ങുന്നത്. നീണ്ട 6 വർഷം കഴിഞ്ഞപ്പോൾ എന്താണ്? 1911 എന്താണ്? ബംഗാൾ വിഭജനം റദ്ദു ചെയ്യപ്പെടുന്നു. അത് സ്വദേശി സമരത്തിന്റെ ഒരു വിജയമല്ലേ എന്ന് നിങ്ങൾക്ക് തോന്നാം. പക്ഷെ അങ്ങനെയല്ല. കാരണം എന്താണ്? ഈ 1911 ഈ ബംഗാൾ വിഭജനം എന്ന് പറയുന്നത് റദ്ദു ചെയ്യപ്പെടുന്നതിന് മുമ്പ് തന്നെ സ്വദേശി പ്രസ്ഥാനം എന്ന് പറയുന്നത് എന്താണ്? ഏകദേശം അതിന്റെ തകർച്ച എന്ത് ചെയ്തിരുന്നു? പൂർണ്ണമാക്കിയിരുന്നു. കാരണം എന്താണ്? ഹിന്ദു മുസ്ലിം വിഭജനം നടന്നു. മുസ്ലിങ്ങൾ എന്താണ്? ബംഗാൾ വിഭജനത്തെ അനുകൂലിച്ചു. പിന്നെ എന്ത് പറ്റി? മിതവാദികളും തീവ്രവാദികളും തമ്മിൽ എന്ത് ചെയ്തു? തല്ലുപിടുത്തമുണ്ടായി. മിതവാദികൾ എന്താണ്? സൈലന്റ് ആയിട്ടിരുന്നു. തീവ്രവാദികളെ മൊത്തം എന്ത് ചെയ്തു? അറസ്റ്റ് ചെയ്യുകയും നാട് കടത്തുകയും ചെയ്തു. അതുകൊണ്ട് തന്നെ എന്താണ്? ഈ പറയുന്ന സ്വദേശി സമരം കൊണ്ടല്ല എന്ത് ചെയ്യപ്പെട്ടത്? ബംഗാൾ വിഭജനം റദ്ദു ചെയ്യപ്പെട്ടത്. മറിച്ച് സ്വദേശി സമരം തകർന്നപ്പോൾ എന്താണ്? സ്വദേശി സമരം തകർന്നപ്പോൾ അതിൻ്റെ അകത്ത് അല്ലെങ്കിൽ ഈ സ്വദേശി സമരത്തിന്റെ ഭാഗമായിരുന്ന ഒരുപാട് യുവാക്കൾക്ക് എന്ത് ചെയ്യപ്പെട്ടു? അവർക്ക് അവരുടെ ആശകളും പ്രതീക്ഷകളും നഷ്ടപ്പെട്ടു. പലരും പലതരത്തിലുള്ള വിപ്ലവ പ്രവർത്തനങ്ങളിലും വിപ്ലവ പ്രസ്ഥാനങ്ങളിലും എന്ത് ചെയ്തു? പങ്കാളികളായി മാറുകയും അവർ ബ്രിട്ടീഷുകാരെ എന്ത് ചെയ്തു? ആയുധമെടുത്ത് നേരിടുന്ന രീതിയിലേക്ക് എന്താണ്? ഒരു ബ്രിട്ടീഷുകാരനെ കയ്യിൽ കിട്ടിയാൽ അവനെപ്പത്തെ എന്ത് ചെയ്യുക? വെടിവെച്ച് കൊല്ലുക, തല്ലിക്കൊല്ലുക, അങ്ങനെയുള്ള നിരക്കിലേക്ക് എന്താണ്? ഒരു ഇൻഡിവിജ്വൽ ഹീറോയിസം കാണിക്കുന്ന എന്താണ് രീതിയിലേക്ക് ഇന്ത്യയിലുള്ള ചെറുപ്പക്കാർ മാറി. അങ്ങനെ ഇന്ത്യ ചരിത്രത്തിൽ ആ കാലഘട്ടത്ത് എന്തുണ്ടായി? ആ കാലഘട്ടത്ത് ഒരുപാട് ടെററിസ്റ്റ് ഓർഗനൈസേഷൻസ്, തീവ്രവാദ പ്രസ്ഥാനങ്ങൾ എന്ത് ചെയ്യപ്പെട്ടു? ഇന്ത്യയിൽ ഉടലെടുക്കപ്പെട്ടു. അവരുടെ ഭീഷണിയെ ഭയന്നാണ് എന്ത് ചെയ്തത്? ബ്രിട്ടീഷുകാർ ഈ ബംഗാൾ വിഭജനം എന്ത് ചെയ്യപ്പെട്ടത്? റദ്ദാക്കിയത്. ഉദാഹരണം പറയുകയാണെങ്കിൽ വാഞ്ചിനാഥൻ അയ്യരെ പോലെയുള്ള വ്യക്തികൾ ബ്രിട്ടനിലുള്ള രാജാവിന് വരെ എന്താണ്? ജോർജ് അഞ്ചാമൻ രാജാവിന് വരെ ലെറ്റർ അയച്ചു. എന്തെന്ന്? താൻ രാജാവൊക്കെയാണ് ശരി, പക്ഷെ ഇന്ത്യയിലേക്കൊന്നും വന്നു നോക്കണ്ട, വരണ്ട, വന്നാൽ എന്ത് ചെയ്യും? ഞങ്ങൾ തന്നെ തട്ടിക്കളയും എന്നുള്ള രീതിയിൽ എന്ത് ചെയ്തു? വാഞ്ചിനാഥൻ അയ്യരെ പോലെയുള്ള ആളുകൾ എന്ത് ചെയ്തു? രാജാവിന് വരെ ഭീഷണി കത്തെഴുതുന്ന രീതിയിലേക്ക് ഇന്ത്യയിലെ സാഹചര്യം എന്ത് ചെയ്തു? മാറി മറിഞ്ഞു. ഒരു തീവ്രവാദികളായിട്ടുള്ള ആളുകളുടെ അല്ലെങ്കിൽ എന്താണ് ഇൻഡിവിജ്വൽ ഹീറോയിസം കാണിക്കുന്ന ടെററിസ്റ്റ് സംഘടനകളുടെ എന്താണ് ആധിപത്യം ഇന്ത്യൻ സമൂഹത്തിലും ചെറുപ്പക്കാർക്കിടയിലും ഉണ്ടായി. അത് തണുപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ് എന്ത് ചെയ്തത്? ബംഗാൾ വിഭജനം ഇവര് റദ്ദ് ചെയ്തത്. അതുകൊണ്ടാണ് പറയുന്നത് സ്വദേശി പ്രസ്ഥാനത്തിന്റെ ശ്രമഫലമായിട്ടല്ല, മറിച്ച് എന്താണ് ഈ പറയുന്ന ടെററിസ്റ്റ് സംഘടനകളുടെ പ്രവർത്തന ഫലമായിട്ടാണ് എന്ത് ചെയ്യപ്പെട്ടത്? ഈ പറയുന്ന സ്വദേശി സമരം എന്നുള്ളത് അവസാനിക്കപ്പെട്ടത്. നോക്കാം, ഇന്ത്യയിൽ ബ്രിട്ടീഷുകാർക്കെതിരെ നടന്ന ഏറ്റവും വലിയ സമരമാണ് എന്തെന്ന് പറയുന്നത്, ഏറ്റവും കൂടുതൽ കാലം നീണ്ടുനിന്ന സമരമാണ് എന്തെന്ന് പറയുന്നത് സ്വദേശി സമരം എന്ന് പറയുന്നത് 1905 ആരംഭിച്ചു. 1911 ഇത് അവസാനിക്കുന്നത്.
അവസാനിക്കുമ്പോൾ വൈസ്രോയി ആയിരുന്നത് ആരാണ്? ഹാർഡിഞ്ച് രണ്ടാമനാണ്. 1910 മുതൽ 16 വരെയാണ് അദ്ദേഹത്തിന്റെ ഭരണകാലഘട്ടം. രാജാവ് എന്ന് പറയുന്നത് ആരാണ്? ജോർജ് അഞ്ചാമനാണ്. ഈ 1911 ഈ ടെററിസ്റ്റ് ഓർഗനൈസേഷന്റെ ഒക്കെ പ്രവർത്തനങ്ങളും അവരുടെ ഭീഷണിയും ഭയന്നുകൊണ്ട് തന്നെയാണ് ഈ പറയുന്ന ബംഗാൾ വിഭജനം നിർത്തലാക്കുന്നതും. മാത്രമല്ല ഇന്ത്യയുടെ തലസ്ഥാനം എന്ത് ചെയ്തു? 1911 കൊൽക്കത്തയിൽ നിന്ന് ഡൽഹിയിലേക്ക് മാറ്റുകയും ചെയ്തു. ഇന്ത്യയുടെ തലസ്ഥാനം കൊൽക്കത്തയിൽ നിന്ന് ഡൽഹിയിലേക്ക് മാറ്റിയ വൈസ്രോയി ആരാണെന്ന് ചോദിച്ചാൽ അതും ആരാണ്? അതും ഹാർഡിഞ്ച് രണ്ടാമനാണ്. എന്താണ്? ഹാർഡിഞ്ച് രണ്ടാമനാണ്. അങ്ങനെ 1905 ആരംഭിച്ച 1911 വരെ നീണ്ട സ്വദേശി പ്രസ്ഥാനം എന്ന് പറയുന്ന പ്രസ്ഥാനം എന്താണ്? പരാജയപ്പെട്ടതാണെങ്കിലും എന്ത് ചെയ്തു? ഇന്ത്യൻ സമൂഹത്തിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കുവാൻ, എന്താണ്, വലിയ മുന്നേറ്റങ്ങൾ ഉണ്ടാക്കുവാൻ ഈ സമരം കൊണ്ട് സാധിച്ചു. എന്നാൽ ഈ സമരം അവസാനിച്ച് തീവ്രവാദികളായിട്ടുള്ള നേതാക്കന്മാരൊക്കെ എന്ത് ചെയ്യുന്നത്? ജയിലിലാവുന്ന കാലഘട്ടത്ത് ഇന്ത്യയിൽ എന്താണ് സമരങ്ങളില്ലാത്ത ഒരു കാലഘട്ടം ഉണ്ടാവുകയും ആ കാലഘട്ടത്തിൽ എന്താണ് റവല്യൂഷണറി ടെററിസം എന്ന് പറയുന്ന ഒരു ചരിത്ര പരമ്പര ഇന്ത്യയിൽ നടക്കുകയും ഒക്കെയാണ് ആ കാലഘട്ടത്ത് എന്ത് ചെയ്യുന്നത്? ആ കാലഘട്ടത്ത് ഉണ്ടാക്കപ്പെടുന്നത്. അപ്പോ ഇതാണ് എന്തെന്ന് പറയുന്നത്? സ്വദേശി സമരവും അതിന്റെ തകർച്ചയും എന്ന് പറയുന്നത്. ഏകദേശം സ്വദേശി സമരവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരുവിധപ്പെട്ടിട്ടുള്ള എല്ലാവിധ പോയിന്റുകളും എന്ത് ചെയ്യപ്പെട്ടു? നമ്മൾ സംസാരിച്ചിട്ടുണ്ട്, ചർച്ച ചെയ്തിട്ടുണ്ട്. കുറെയൊക്കെ നോട്ടിലുണ്ടാവും. ഈ നോട്ടിൽ ഇല്ലാത്ത കാര്യങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങൾ ക്ലാസ്സിന്റെ ഇടയിൽ എന്ത് ചെയ്യണം? എഴുതിയെടുക്കണമെന്ന് ഞാൻ പലവട്ടം നിങ്ങളോട് പറഞ്ഞിട്ടുള്ളതാണ്. നോട്ടിലില്ലാത്ത കാര്യങ്ങളും ചിലപ്പോൾ നമ്മൾ ക്ലാസ്സിന്റെ ഭാഗമായിട്ടൊക്കെ പറയും. ഇത്തരം ഇല്ലാത്ത കാര്യങ്ങളാണെങ്കിൽ എന്ത് ചെയ്യണം? നിങ്ങൾ അത് നോട്ട് ചെയ്ത് എടുക്കേണ്ടതാണ്. നമ്മൾ എല്ലാ ക്ലാസ്സിലും ഇതിന് എന്ത് ചെയ്യില്ല, പറയില്ല. നിങ്ങൾ അത് എന്ത് ചെയ്യണം? വളരെ ഉത്തരവാദിത്വത്തോടു കൂടി നിങ്ങൾ അത് ചെയ്യേണ്ടതാണ്. അപ്പൊ ഇതോടുകൂടി എന്താണ്? ഈ ക്ലാസ് നമ്മൾ അവസാനിപ്പിക്കുകയാണ്. ഇന്ത്യൻ ചരിത്രത്തിന്റെ ഭാഗമായിട്ടുള്ള സ്വദേശി സമരം അല്ലെങ്കിൽ സ്വദേശി മൂവ്മെന്റ് എന്ന് പറയുന്ന ഭാഗം എന്താണ്? നമ്മൾ ഏകദേശം പൂർണ്ണമായിട്ട് എന്ത് ചെയ്തു? പഠിച്ച് കഴിഞ്ഞിരിക്കുകയാണ്. അപ്പൊ ഇതോടുകൂടി നമ്മൾ എന്ത് ചെയ്യാണ്? ഇതോടുകൂടി നമ്മൾ ഈ ക്ലാസ് അവസാനിപ്പിക്കുകയാണ്. എല്ലാവർക്കും നന്ദി, നമസ്കാരം.